بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين، أما بعد. قال: سمعت رسول الله صلى الله عليه وسلم يقول: انطلق 3 نفر ممن كان قبلكم حتى آواهم المبيت إلى غار فدخلوه، فانحدرت صخرة من الجبل فسدت عليهم الغار، فقالوا: إنه لا ينجيكم من هذه الصخرة إلا أن تدعوا الله تعالى بصالح أعمالكم. قال رجل منهم: اللهم كان لي أبوان شيخان كبيران، وكنت لا أغبق قبلهما أهلا ولا مالا، فنأى بي طلب الشجر يوما، فلم أرح عليهما حتى ناما، فحلبت لهما غبوقهما، فوجدتهما نائمين، فكرهت أن أوقظهما وأن أغبق قبلهما أهلا ولا مالا، فلبثت والقدح على يدي أنتظر استيقاظهما حتى برق الفجر، والصبية يتضامي، فاستيقظا فشرب غبوقهما. اللهم إن كنت فعلت ذلك ابتغاء وجهك ففرج عنا ما نحن فيه من هذه الصخرة. فانفرجت شيئا لا يستطيعون الخروج منه. قال الآخر: اللهم إنه كانت لي ابنة عم، كانت أحب الناس إلي، وفي رواية كنت أحبها كأشد ما يحب الرجال النساء، فأردتها على نفسها، فامتنعت مني حتى ألمت بها سنة من السنين، فجاءتني فأعطيتها 20 و100 دينار على أن تخلي بيني وبين نفسها، ففعلت، حتى إذا قدرت عليها. وفي رواية: فلما قعدت بين رجليها قالت: اتق الله ولا تفض الخاتم إلا بحقه. فانصرفت عنها وهي أحب الناس إلي، وتركت الذهب الذي أعطيتها. اللهم إن كنت فعلت ذلك ابتغاء وجهك فافرج عنا ما نحن فيه. فانفرجت الصخرة غير أنهم لا يستطيعون الخروج منها. وقال الثالث: اللهم استأجرت أجراء وأعطيتهم أجرهم غير رجل واحد، ترك الذي له وذهب، فثمرت أجره حتى كثرت منه الأموال. فجاءني بعد حين فقال: يا عبد الله، أد إلي أجري. فقلت: كل ما ترى من أجرك من الإبل والبقر والغنم والرقيق. فقال: يا عبد الله، لا تستهزئ بي. فقلت: لا أستهزئ بك. فأخذه كله فاستاقه، فلم يترك منه شيئا. اللهم
ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക് ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി ഫൻഫറജത് الصخറ ഫഖറജൂ യംശൂൻ മുത്തഫഖുൻ അലൈഹി. കുറച്ച് ദീർഘമായ ഹദീസ്, ഒരു കഥയാണ്, സംഭവം. وعن أبي عبد الرحمن عبد الله بن عمر ابن الخطاب رضي الله عنهما. ഹദീസ് ഉദ്ധരിക്കുന്നത് ഇബ്നു ഉമറാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്താണെന്ത്? അബൂ അബ്ദുറഹ്മാൻ. അതാണ് വഅൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. നമ്മൾ സാധാരണ ഇബ്നു ഉമർ എന്ന് മാത്രമാണ് പറഞ്ഞ് കേൾക്കാറുള്ളത്, പരിചയിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്ത് അബൂ അബ്ദുറഹ്മാൻ എന്നാണ്. وعن أبي عبد الرحمن عبد الله ابن عمر ابن الخطاب رضي الله عنهما. മൂന്നാളെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അൻഹുമാ എന്നേ ഉള്ളൂ. കാരണം ഉമറിൻ്റെ പിതാവ് ഖത്താബ് എന്തല്ല? മുസ്ലിമല്ല. قال سمعت رسول الله صلى الله عليه وسلم يقول. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. ഇൻതലഖ പുറപ്പെട്ടു. സലാസതു നഫരിൻ മൂന്നാളുകൾ, നഫർ, മിമ്മൻ കാന ഖബ്ലക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന, ഹത്താ ആവാഹും അൽ മബീത്ത്, ഹത്താ ആവാഹും അങ്ങനെ അവർ അഭയം തേടി, അൽ മബീതു രാത്രി താമസിക്കാൻ, ഇലാ ഗാരിൻ ഒരു ഗുഹയിൽ, ഗാർ, ഫദഖലൂ അങ്ങനെ അവർ ആ ഗുഹയിൽ പ്രവേശിച്ചു. ഫൻഹദറത്ത് അപ്പോൾ ഉതിർന്നു വീണു. ഇൻഹദറ ഉരുണ്ടുരുണ്ടിങ്ങനെ, അതിനാണ് ഇൻഹദറ എന്ന്. ഉരുണ്ടുരുണ്ട് വീണു. സഖ്റത്തുൻ ഒരു പാറക്കല്ല്, മിനൽ ജബലി ആ മലയിൽ നിന്ന്, പർവ്വതത്തിൽ നിന്ന്. ഫസദ്ദത് അലൈഹിം അൽ ഗാർ, ഫസദ്ദത് അലൈഹിം അപ്പോൾ അവരുടെ മേൽ അടഞ്ഞു, സദ്ദ അൽ ഗാർ ഗുഹയുടെ മുഖം, ആ ഗുഹ അടഞ്ഞുപോയി, പാറക്കല്ല്. ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു, ഇന്നഹു തീർച്ചയായും, ലാ യുൻജീക്കും നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല, മിൻ ഹാദിഹി സഖ്റ ഈ പാറക്കല്ലിൽ നിന്ന്, ഇല്ലാ അൻ തദ്ഉല്ലാഹ തആല അല്ലാഹു തആലയോട് നിങ്ങൾ ദുആ ചെയ്തെങ്കിലല്ലാതെ, ബിസാലിഹി അഅമാലിക്കും നിങ്ങളുടെ സൽപ്രവർത്തനങ്ങൾ കൊണ്ട്. ഇന്നഹു ലാ യുൻജീക്കും മിൻ ഹാദിഹി സഖ്റ ഈ പാറയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല, പാറക്കല്ലിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയില്ല, ഇല്ല അൻ തദ്ഉല്ലാഹ തആല ബിസാലിഹി അഅമാലിക്കും അല്ലാഹുവിനോട് നിങ്ങൾ ചെയ്ത സൽപ്രവർത്തനങ്ങളെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്തെങ്കിലല്ലാതെ. ഖാല റജുലുൻ മിൻഹും അവരിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു, അല്ലാഹുമ്മ അല്ലാഹുവേ, ഖാനലി അബവാനി എനിക്ക് മാതാപിതാക്കളുണ്ടായിരുന്നു. അബവാൻ അബ് പിതാവാണ്, അബവാൻ മാതാവും പിതാവും. ഷെയ്ഖാനി വയസ്സായ, കബീറാനി വലിയ വയസ്സായ മാതാവ്. വകുൻതു ലാ അഗ്ബിഖു ഖബ്ലഹുമാ അഹ്ലൻ വലാ മാലാ വകുൻതു ഞാൻ, ലാ അഗ്ബിഖു കുടിപ്പിക്കാറുണ്ടായിരുന്നില്ല, അഗ്ബിഖു ഗബഖ യഗ്ബിഖു അഗ്ബിഖു അഹ്ൽ ഖബ്ലഹുമാ അവർക്ക് മുമ്പായി, അഹ്ലൻ എൻ്റെ കുടുംബത്തെയോ, വലാ മാലൻ സ്വത്തിനെയോ, എൻ്റെ കുടുംബത്തെയോ സ്വത്തിനെയോ ഞാൻ കുടിപ്പിക്കാറുണ്ടായിരുന്നില്ല. മാല് എന്ന് പറഞ്ഞാൽ സ്വത്താണ്, സമ്പത്താണ്.
അന്നത്തെ സമ്പത്തുകളിൽ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു അടിമ സമ്പത്ത്. ഭൃത്യന്മാർ, അടിമകൾ. അപ്പോൾ അടിമകൾക്കും ഞാൻ പാൽ കൊടുക്കാറുണ്ടായിരുന്നില്ല, എൻ്റെ അഹലിനും കുടുംബത്തിനും പാൽ കൊടുക്കാറുണ്ടായിരുന്നില്ല, അവർക്ക് കൊടുത്തല്ലാതെ. ഫന ആബി തൊലബു ഷജരി യൗമൻ, ഫന ആബി ഒരു ദിവസം ഞാനങ്ങനെ വിദൂരമായി പോയി. തൊലബു ഷജരി വൃക്ഷത്തിൻ്റെ ഇലകൾ അന്വേഷിച്ചുകൊണ്ട്, യൗമൻ ഒരു ദിവസം, ഈ ആടിന് കൊടുക്കാനുള്ള വൃക്ഷത്തിൻ്റെ ഇലകളും അന്വേഷിച്ച് ഞാനങ്ങനെ നടന്ന് കുറേ ദൂരെ എത്തി. ഫലം അരിഹ് അലൈഹിമാ ഹത്താ നാമ, ഫലം അരിഹ് അലൈഹിമാ അവർ രണ്ടുപേരിലേക്കും എനിക്ക് മടങ്ങാൻ സാധിച്ചില്ല. ഹത്താ നാമ അവർ ഉറങ്ങുന്നത് വരെ. വൈകിപ്പോയി, ഞാൻ മടങ്ങി വന്നപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഉറങ്ങിയിട്ടുണ്ട്. ഫഹലബ്തു ലഹുമാ, അപ്പോൾ ഞാൻ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി പാൽ കറന്നു. ഹലബ, ഹലീബ് പാലാണ്. ഹലബ്തു ലഹുമാ ഗബൂഖഹുമാ, അവർക്ക് രണ്ടുപേർക്കുമുള്ള കുടിക്കാനുള്ള പാൽ അത് ഞാൻ കറന്നു. ഫവജത്തുഹുമാ നായിമൈൻ, ഞാൻ പാലും കൊണ്ട് ചെന്നപ്പോൾ ഫവജത്തുഹുമാ അവരെ രണ്ടാളെയും ഞാൻ കണ്ടു. നായിമൈൻ, ഉറങ്ങിപ്പോയിട്ടുണ്ട് രണ്ടാളും. ഫകരിഹ്തു, അപ്പോൾ എനിക്ക് പ്രയാസമായി. അൻ ഊഖിലഹുമാ അവരെ രണ്ടുപേരെയും ഉണർത്താൻ. വ അൻ അഗ്ബിഖ ഖബ്ലഹുമാ അവർക്ക് രണ്ടുപേർക്കും മുമ്പ് പാല് കൊടുക്കാനും. അഹ്ലൻ ഔ മാലൻ, കുടുംബത്തിനോ ഭൃത്യന്മാർക്കോ പാല് കൊടുക്കാനും എനിക്ക് പ്രയാസമായി, അവരെ ഉണർത്താനും എനിക്ക് പ്രയാസമായി. ഫലബിസ്തു, അങ്ങനെ ഞാനങ്ങനെ നിന്നപ്പോഴോ, നിൽക്കുമ്പോൾ വൽ ഖദഹു അലായതി, വൽ ഖദഹു പാലിൻ്റെ കപ്പ് അലായതി എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലും പിടിച്ച് ഞാനങ്ങനെ അൻതളിറു പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തു നിന്നു. എന്താ പ്രതീക്ഷിക്കണത്? ഇസ്തിഖാലഹുമാ അവർ രണ്ടുപേരും ഉണരുന്നതും പ്രതീക്ഷിച്ച് ഞാനങ്ങനെ നിന്നു. ഹത്താ ബരിഖൽ ഫജ്ർ, നിന്ന് ഹത്താ ബരിഖൽ ഫജ്ർ, ഫജ്ർ ഉദിച്ചു, പ്രഭാതമായി. വസ്ബിയത്തു കുട്ടികളാണെങ്കിൽ യതദാഗൗന അവർ ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇൻദ ഖദമി എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ. വസ്ബിയത്തു യതദാഗൗന ഇൻദ ഖദമി എൻ്റെ പാദത്തിനരികിൽ കുട്ടികൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. ആ രംഗമാണത്. ഫസ്തൈഖള, അങ്ങനെ നേരം വെളുത്തപ്പോൾ അവർ രണ്ടുപേരും ഉണർന്നു. ഫശരിബാ ഗബൂഖഹുമാ അവരുടെ രണ്ടുപേരുടെയും പാല് അവർ കുടിക്കുകയും ചെയ്തു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ കുൻതു ഫഅൽതു ദാലിക അത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻ കുൻതു ഞാനാണെങ്കിൽ, ഫഅൽതു അത് ചെയ്തു, ഫഅൽതു ദാലിക അത് ചെയ്തു, അത് ചെയ്തത് ഞാനത് ചെയ്തത് ആണെങ്കിൽ, ഇബ്തിഗാഅ വജ്ഹിക നിന്റെ മുഖം പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ, ഫഫർരിജ് അന്നാ ഞങ്ങളെ നീ ഒഴിവാക്കി തരണമേ. ഫറജ ഒഴിവാക്കുക, രക്ഷപ്പെടുത്തുക. ഫഫർരിജ് അന്നാ ഞങ്ങളെ നീ ഒഴിവാക്കി തരണമേ. മാ നഹ്നു ഫീഹി ഞങ്ങളിപ്പോഴുള്ള, മിൻ ഹാദിഹി സഖ്റ ഈ പാറയിൽ നിന്ന്. ഞാൻ വിട്ടോ. ഫവജത്തുഹുമാ നായിമൈനി ഫകരിഹ്തു അൻ ഉഖിലഹുമാ വഅൻ അഗ്ബിഖ ഖബ്ലഹുമാ അഹ്ലൻ ഔ മാലൻ فلبست والقده على يدي أنتظر استيقاظهما حتى برق الفجر والسبية يتضاغون عند قدمي فاستيقظا فشربا غبوقهما. വിട്ടിട്ടില്ലല്ലോ.
അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക്, അല്ലാഹുവേ ഞാൻ ഈ പ്രവർത്തനം ചെയ്തത് നിന്റെ വജ്ഹിനെ ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ഫഫർരിജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ, ഇപ്പോൾ ഞങ്ങൾക്ക് വന്നുപെട്ടിട്ടുള്ള ഈ പാറക്കല്ലിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. ഫൻഫറജത് ഷൈഅൻ, ഫൻഫറജത്, അപ്പോൾ ആ പാറ നീങ്ങി, ഷൈഅൻ കുറച്ച്. ലാ യസ്തതിഊന അൽ ഖുറൂജ മിൻഹു, ലാ യസ്തതിഊന സാധിക്കുകയില്ല, അവർക്ക് സാധിക്കുകയില്ല, അൽ ഖുറൂജ മിൻഹു ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. കുറച്ചൊന്ന് നീങ്ങി നടത്തും, പുറത്തേക്ക് വരാനുള്ള ഗ്യാപ്പില്ല. വഖാല അൽ ആഖർ, മറ്റേ ആൾ പറഞ്ഞു, രണ്ടാമത്തെ ആളെ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നഹു കാന ലീ ഇബ്നതു അമ്മിൻ, എനിക്കൊരു പിതൃവ്യ പുത്രി ഉണ്ടായിരുന്നു. ഇബ്നതു അമ്മിൻ്റെ മകൾ, എൻ്റെ എളാപ്പയുടെ ഒരു മകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ മുത്താപ്പയുടെ മകൾ. കാനത്ത് അഹബ്ബുന്നാസി ഇലയ്യ, കാനത്ത് അവളാകട്ടെ അഹബ്ബുന്നാസി ഇലയ്യ, ജനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളായിരുന്നു. വഫി റിവായ, വേറൊരു റിപ്പോർട്ടിലുണ്ട്, കുൻതു ഉഹിബ്ബുഹാ, ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. കഅശദ്ദി മാ യുഹിബ്ബു അർരിജാലു അന്നിസാ, കഅശദ്ദി മാ യുഹിബ്ബു അർരിജാലു അന്നിസാ, പുരുഷന്മാർ സ്ത്രീകളെ സ്നേഹിക്കുന്നതിനേക്കാൾ കടുപ്പത്തിൽ, അഷദ് ഏറ്റവും കടുപ്പത്തിൽ, ഏറ്റവും ശക്തമായി, മാ യുഹിബ്ബു അർരിജാലു അന്നിസാ, പുരുഷന്മാർ സ്ത്രീകളെ സ്നേഹിക്കുന്നതിനേക്കാൾ കടുപ്പത്തിൽ ഞാൻ അവളെ സ്നേഹിച്ചു. ഫഅറത്തുഹാ അലാ നഫ്സിഹാ, മാത്രമല്ല ഫഅറത്തുഹാ ഞാൻ ഉദ്ദേശിച്ചു, ഞാൻ ആഗ്രഹിച്ചു, അലാ നഫ്സിഹാ അവളുടെ ശരീരം കിട്ടാൻ, നഫ്സ് ശരീരം. പക്ഷേ ഫംതനഅത് മിന്നി, ഫംതനഅത് അവൾ തടസ്സം നിന്നു. ഇംതന, മനഅ എന്ന് പറഞ്ഞാൽ തടഞ്ഞു നോക്കി, മിന്നി എന്നിൽ നിന്ന്, പറ്റൂല എന്ന് പറഞ്ഞവൾ. ഹത്താ അലമ്മത് ബിഹ, അങ്ങനെ അവൾക്ക് വന്നു ചേർന്നു, അലമ്മ വന്നുപെട്ടു, അലമ്മത്ത് ബിഹ അവൾക്ക് വന്നു ചേർന്നു, സനതുൻ മിനസ്സിനീൻ ഒരു ക്ഷാമകാലം. സനത്ത് എന്ന് പറഞ്ഞാൽ വർഷം എന്നാണ് ഭാഷയിലുള്ള അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ദുരിതമുള്ള കാലം, ക്ഷാമത്തിൻ്റെ കാലം വന്നു. മിനസ്സിനീൻ ക്ഷാമകാലങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാലം, ക്ഷാമകാലം, പ്രയാസത്തിൻ്റെ അവസ്ഥ അവൾക്ക് വന്നു. ഫജാഅത്നി, അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നു. ക്ഷാമം വന്നപ്പോൾ ഫഅഅതൈതുഹാ, അപ്പോൾ ഞാൻ അവൾക്ക് നൽകി 20 വമിഅ, എത്ര 20 20 മിഅ 100 120 ദീനാർ, 120 ദീനാർ ഞാൻ അവൾക്ക് കൊടുത്തു, കുറച്ച് പൈസ അവൾക്ക് കൊടുത്തു. ആല, ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ. എന്താ നിബന്ധന? അൻ തുഖല്ലി ബൈനി വബൈന നഫ്സിഹാ, എനിക്ക് അവളുടെ ശരീരം അനുഭവിക്കാൻ കിട്ടണം. അൻ തുഖല്ലി ബൈനി, എൻ്റെ ഇടയിലും, വബൈന നഫ്സിഹ അവളുടെ ശരീരത്തിൻ്റെ ഇടയിലും ഒരു തടസ്സവുമില്ലാതിരിക്കണം എന്ന നിബന്ധനയിൽ ഞാൻ അവൾക്ക് 120 ദിനാർ നൽകി. ഫഫഅലത്ത്, അവൾ തയ്യാറായി, അതിന് തയ്യാറായി, അവളത് ചെയ്തു. ഹത്താ ഇദാ ഖദർതു അലൈഹ, അങ്ങനെ ഹത്താ ഇദാ ഖദർതു എനിക്ക് സാധിച്ചു, അലൈഹ അവളെ കീഴടക്കാൻ, അവളെ അനുഭവിക്കാൻ എനിക്ക് സാധിക്കുന്ന അവസ്ഥയിൽ എത്തി. വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, ഫലമ്മാ ഖഅത്തു, ഞാൻ ഇരുന്നപ്പോൾ, ഖഅദ മഖഅദ് ബെഞ്ച്, ഖഅത്തു ഞാൻ ഇരുന്നപ്പോൾ, ബൈന റിജ്ലൈഹ അവളുടെ 2 കാലുകൾക്കിടയിൽ.
എന്നുവെച്ചാൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഞാൻ അവളുടെ ശരീരം ആസ്വദിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ഖാലത്ത്, അവൾ പറഞ്ഞു, ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ നീ സൂക്ഷിക്കണം. വലാ തഫുദ്ദൽ ഖാതമ ഇല്ലാ ബിഹഖി, വലാ തഫുദ്ദൽ ഖാതം, കന്യാചർമ്മം പൊട്ടിക്കുകയില്ല, ഇല്ലാ ബിഹഖിഹി, അതിൻ്റെ ഹക്കോടുകൂടിയല്ലാതെ, അതിൻ്റെ അവകാശത്തോടു കൂടിയല്ലാതെ. വലാ തഫുദ്ദ, ഫദ്ദ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു എന്നാ, ഖാത്തം എന്ന് പറഞ്ഞാൽ സീലാണ്, സാധാരണ നമ്മൾ സീലൊക്കെ. വലാ തഫുദ്ദൽ ഖാത്തം, സീല് പൊട്ടിക്കില്ല, ഉദ്ദേശിക്കുന്നത് കന്യാചർമ്മം. ഇല്ലാ ബിഹഖിഹി, അതിൻ്റെ ഹക്കോടുകൂടിയല്ലാതെ. അതിനൊരു ഹക്കുണ്ട്, എങ്കിലേ അത് പൊട്ടിക്കാൻ പറ്റൂ. ഫൻസറഫ്തു അൻഹാ, ഇത് കേട്ടപ്പോൾ ഞാൻ അവളെ ഒഴിവാക്കി. ഫൻസറഫ്തു, ഞാൻ വിട്ടുപിരിഞ്ഞു, അൻഹ, അവളിൽ നിന്ന്. വഹിയ, അപ്പോഴും അവൾ, അഹബ്ബുന്നാസി ഇലൈ, ജനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവൾ അവൾ തന്നെയാണ്. വഹിയ അഹബ്ബുന്നാസി ഇലയ്യ, അപ്പോഴും അവൾ തന്നെയാണ് എനിക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത്. വതറക്തു ദഹബ, ആ സ്വർണവും ഞാൻ ഒഴിവാക്കി. സ്വർണം ഏതാ? 20 വമിഅത ദീനാർ എന്ന് പറഞ്ഞത് സ്വർണമാണ്, 120 ദീനാർ സ്വർണം. അതും ഞാൻ ഒഴിവാക്കി. വതറക്തു ദഹബ, സ്വർണത്തെയും ഞാൻ ഒഴിവാക്കി. അല്ലദീ അഅതൈതുഹാ, ഞാൻ അവൾക്ക് നൽകിയ, അതും ഞാൻ ചെയ്തു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ കുൻതു ഫഅൽതു ദാലിക, ആ പണി ഞാൻ ചെയ്തത് ഇബ്തിഗാ വജ്ഹിക, നിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ, ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ, ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, ഞങ്ങളിപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ. ഫഫ്റുജ് അന്നാ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. മാ നഹ്നു ഫീഹി, ഇപ്പോൾ ഞങ്ങളുള്ള അവസ്ഥയിൽ. ഫൻഫറജതി സഖ്റ, പാറ കുറച്ചും കൂടി മാറി. ഗൈറ, പക്ഷേ, അന്നഹും, അവർക്ക്, ലാ യസ്തതിഊനൽ ഖുറൂജ മിൻഹാ, ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. കുറച്ചും കൂടി ഒന്ന് മാറി, പക്ഷെ പുറത്തേക്ക് വരാൻ കഴിയില്ല. വഖാല സാലിസ്, മൂന്നാമത്തെ ആൾ പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇസ്തഅജർതു ഉജറാഅ, ഇസ്തഅജർതു, ഞാൻ കൂലിവേലക്ക് വിളിച്ചു. ഉജറാഅ, കുറച്ച് കൂലിപ്പണിക്കാരെ. ഇസ്തഅജറ, അജ്ർ എന്ന് പറഞ്ഞാൽ കൂലി. ഇസ്തഅജർതു ഉജറാഅ, കുറച്ച് കൂലിപ്പണിക്കാരെ ഞാൻ കൂലിപ്പണിക്ക് വിളിച്ചു. വഅഅതൈതുഹും അജ്റഹും, അവർക്കൊക്കെ ഞാൻ കൂലി കൊടുത്തു. അഅതൈതുഹും, അവർക്ക് ഞാൻ കൊടുത്തു, അജ്റഹും, അവരുടെ കൂലി. ഗൈറ റജുലിൻ വാഹിദ്, ഒരാൾക്കൊഴികെ. ഗൈറ റജുലിൻ വാഹിദ്, ഒരാൾക്കൊഴികെ എല്ലാവർക്കും കൂലി കൊടുത്തു. തറക്ക അല്ലദീ ലഹു, ഒരാൾക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞല്ലോ. തറക്ക, അവൻ ഉപേക്ഷിച്ചു പോയി. അല്ലദീ ലഹു, അവൻ്റെ കൂലി, അവനുള്ളത്. വദഹബ, എന്നിട്ട് അവൻ പോയി. കൂലി വാങ്ങാതെ അവൻ എന്തായി? തറക്കൽ അല്ലദീ ലഹു, അവനുള്ളത് അവൻ ഉപേക്ഷിച്ചു. വദഹബ, എന്നിട്ട് അവൻ പോയി. ഫസമ്മർതു അജ്റഹു, അവൻ്റെ ഈ കൂലിയെ ഞാൻ സമ്മറ, പരിപോഷിപ്പിച്ചു. സമ്മറ, ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയാൻ സമ്മറ ഉപയോഗിക്കും. സമ്മർതു അജ്റഹു, ഞാനതിങ്ങനെ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു. ഹത്താ കസുറത്ത് മിൻഹുൽ അംവാൽ, ഹത്താ കസുറത്ത്, അങ്ങനെ അത് വർദ്ധിച്ചു. മിൻഹു, അതിൽ നിന്ന്, ആ കൂലിയിൽ നിന്ന്. അൽ അംവാൽ, ഒരുപാട് സ്വത്തുക്കൾ. മാലിൻ്റെ ബഹുവചനമാണ് അംവാൽ. ഒരുപാട് സ്വത്തുക്കൾ അതിൽ നിന്ന് വർദ്ധിച്ചു. അങ്ങനെ ഫജാ നീ, അവൻ എൻ്റെ അടുത്ത് വന്നു. ബഅദ ഹീനിൻ, കുറച്ച് കാലം കഴിഞ്ഞ ശേഷം. ഫജാ നീ ബഅദ ഹീനിൻ, കുറച്ച് കാലം കഴിഞ്ഞ ശേഷം അവൻ എൻ്റെ അടുത്ത് വന്നു. ഫഖാൽ, അവൻ പറഞ്ഞു, യാ അബ്ദല്ലാ,
അള്ളാഹുവിൻ്റെ ദാസ അദ്ദി ഇലയ്യ അജ്രി, എൻ്റെ കൂലി എനിക്ക് നൽകണം, എനിക്ക് നൽകൂ. അദ്ദി, അദ്ദാന്ന് പറഞ്ഞാൽ കൊടുത്തു, നൽകിയോ. അദ്ദി ഇലയ്യ, എനിക്ക് തരൂ, അജ്രി, എൻ്റെ കൂലി, എൻ്റെ കൂലി കൊണ്ടാ എന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, കുല്ലു മാ തറാ മിൻ അജ്രിക്, കുല്ലു മാ തറാ, നീ ഇവിടെ കാണുന്നതെല്ലാം, ഈ മൂലയിൽ കാണുന്നതൊക്കെ മിൻ അജ്രിക, നിൻ്റെ കൂലിയാണ്. മിനൽ ഇബിലി, ആ കൂട്ടത്തിൽ ഒട്ടകങ്ങളുണ്ട്, വൽ ബഖരി, പശുവുണ്ട്, വൽ ഗനമി, ആടുണ്ട്, വർ റഖീഖി, അടിമകളുമുണ്ട്. അന്നത്തെ സമ്പത്താണത്, അതൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. ഫഖാൽ, അപ്പോൾ അവൻ പറഞ്ഞു, യാ അബ്ദല്ലാ, അള്ളാഹുവിൻ്റെ ദാസ, ലാ തസ്തഹ്സിഉ ബി, എന്നെ നീ പരിഹസിക്കരുത് കേട്ടോ. ലാ തസ്തഹ്സി ബി, ഇസ്തഹ്സഅ, എന്നെ നീ പരിഹസിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ലാ അസ്തഹ്സിഉ ബിക, ഞാൻ നിന്നെ പരിഹസിക്കുകയല്ല. ലാ അസ്തഹ്സിഉ ബിക, ഞാൻ നിന്നെ പരിഹസിക്കുകയല്ല, അതൊക്കെ എൻ്റെ തന്നെയാണ്. ഫഅഖദഹു കുല്ലഹു, അങ്ങനെ അതെല്ലാം അവൻ എടുത്തു. അഖദഹു, അവൻ എടുത്തു, കുല്ലഹു, അതെല്ലാം. ഫസ്താഖഹു, അതവൻ കൊണ്ടുപോവുകയും ചെയ്തു. എടുത്ത് അവൻ അവൻ്റെ കൂടെ കൊണ്ടുപോയി. ഫലം യത്റുക് മിൻഹു ശൈഅ, ഫലം യത്റുക്, അവൻ ഉപേക്ഷിച്ചതേ ഇല്ല, മിൻഹു, അതിൽ നിന്ന് ശൈഅൻ, ഒന്നും തന്നെ, ഒന്നും അവിടെ വെച്ചില്ല, ഫുൾ അവൻ കൊണ്ടുപോയി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ കുൻതു ഫഅൽതു ദാലിക, ഈ പ്രവർത്തനം ഞാൻ ചെയ്തത് ആണെങ്കിൽ, ഇബ്തിഗാ വജ്ഹിക, നിന്റെ വജ്ഹിനെ ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ, ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, ഞങ്ങളിപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. ഫൻഫറജതി സഖ്റ, അപ്പോൾ ഈ പാറക്കഷ്ണം പൂർണ്ണമായി മാറി. ഫഖറജൂ യംഷൂൻ, ഫഖറജൂ, അപ്പോൾ അവർ പുറത്തേക്ക് വന്നു. യംഷൂന, നടന്നുകൊണ്ട്, ഗുഹയിൽ നിന്ന് അവർ പുറത്തേക്ക്. മുത്തഫഖുൻ അലൈഹി, ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ധാരാളമായി ഈ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ഒരു സംഭവമാണ്. ഇൻതലഖ സലാസതു നഫരിൻ, ഐ, മൂന്നാളുകൾ പോയി, യാത്ര പോവുകയാണ് അവർ, മൂന്നാൾക്കാർ. അങ്ങനെ പോയപ്പോൾ ആരാണ് ആ മൂന്നാളുകൾ? മിമ്മൻ ഖാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിലുണ്ടായിരുന്ന മൂന്നാൾ. അപ്പം നബി ഒരു സംഭവം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഹത്ത ആവാഹുമുൽ മബീത്ത് ഇലാ ഗാരിൻ, രാത്രിയായപ്പോൾ അവർ, സാധാരണ യാത്ര അങ്ങനെയാണ്, യാത്ര ചെയ്യുമ്പോൾ രാത്രിയായാൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ടെൻ്റ് അടിച്ച് കൂടും. ടെൻ്റ് ഇല്ലെങ്കിലോ ഗാറിലേക്ക് കിടക്കും. ഗാർ എന്ന് പറഞ്ഞാൽ താമസിക്കാൻ പറ്റിയ ഗുഹയാണ്. സാധാരണയായി വലിയ പർവ്വതങ്ങളിലൊക്കെ മുൻകാലങ്ങളിൽ ഇതുണ്ടായിരുന്നു. അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും ആളുകൾക്ക് താമസിക്കാനൊക്കെ. ആൾക്കാരിങ്ങനെ യാത്രക്കാരുള്ള വഴിയിലാണെങ്കിൽ താമസിക്കാൻ, അതല്ലെങ്കിൽ ഭയങ്കരമായ ചൂടുള്ള സമയത്താണെങ്കിൽ വെയിലിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണെന്ത്? ഗാർ. ഗാർ ഹിറ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഗാർ ഹിറ, ഗാർ സൗർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയ സ്ഥലങ്ങളായിരുന്നല്ലോ. അതൊക്കെ ഗാറുകളായിരുന്നു. ഒരു ഗുഹ, ഒരാൾക്ക് നിൽക്കാനും കിടക്കാനും ഒക്കെ പറ്റിയ സ്ഥല രൂപത്തിലുള്ള. അങ്ങനെ അവരെന്ത് ചെയ്തു? ഫദഖലൂഹു, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവരവിടെ താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചു രാത്രിയായപ്പോഴേ. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഫൻഹദറത്ത് സഖ്റത്തും മിനൽ ജബൽ, അപ്പോൾ ആ പാറൻ്റെ മുകളിൽ നിന്നൊരു വലിയ പാറക്കല്ല് വന്ന് ഉരുണ്ട് വീണു. ഫസദ്ദത്ത് അലൈഹിമുൽ ഗാർ, ഗുഹ അടഞ്ഞു. ഒരു രക്ഷയില്ല, പുറത്തേക്ക് പോകാൻ, കുടുങ്ങിപ്പോയി. ഫഖാലു, അപ്പോൾ മൂന്നാളുകളുണ്ട്. അവർ മൂന്നാളുകളും പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നാലോചിച്ചു. അപ്പോൾ അവർ തന്നെ അഭിപ്രായപ്പെട്ടു, ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സഖ്റ ഇല്ലാ അൻ തദഉ അല്ലാഹ തആല ബിസാലിഹി അമാലിക്കും. നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത എന്തെങ്കിലും ഒരു സൽക്കർമ്മം
തവസ്സുലാക്കി അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തെങ്കിലല്ലാതെ ഇനിയിപ്പോൾ എന്താവൂല, രക്ഷപ്പെടൂല. പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്തു. അപ്പോൾ അതൊരു രീതിയാണ്, അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഒരു രീതിയാണ്. എന്ത്? നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, അമലുസാലിഹാത്തുകൾ തവസ്സുലാക്കി അള്ളാഹുവിനോട് ചോദിക്കുക. നിർബന്ധമല്ലാത്ത കാര്യങ്ങൾ, ഫർളായ നിസ്കാരം അങ്ങനത്തെ അല്ലാതെ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചു, വേറൊരു ചിന്തയുമില്ലാതെ അള്ളാഹുവിൻ്റെ വജ്ഹിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ തവസ്സുലാക്കി ചോദിക്കാം. അത് ഉത്തരം കിട്ടാൻ എളുപ്പമുള്ള വഴിയാണ്. ദുആക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമുള്ള, നമ്മൾ കണ്ടീഷൻ വെക്കാൻ പാടില്ല. ഈ ദുആ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിലൊരു വ്യത്യാസം. നമ്മൾ സാധാരണ ചെയ്യൽ, എൻ്റെ രോഗം മാറിയാൽ ഞാൻ 100 യതീം കുട്ടികൾക്ക് എന്താക്കും, ഭക്ഷണം കൊടുക്കും. അത് പാടില്ല. അള്ളാഹിനോട് നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ പോകാൻ പാടില്ല. രോഗം തന്നതും അള്ളയാണ്, സുഖമാക്കുന്നതും ആരാ? അള്ളാഹുവാണ്. വേറെ ആർക്കും സുഖമാക്കാൻ കഴിയൂല. തന്നതും അള്ളയാണ്. അപ്പം അള്ളാഹിനോട് നമ്മൾ ബാർഗെയിനിങ്ങിന് പോകരുത്. നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? 100 യതീമുകൾക്ക് ഭക്ഷണം കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവേ ഭയങ്കരമായ രോഗമാണ്, പ്രയാസമാണ്, ഭയങ്കര വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ ചെയ്ത ഈ സൽക്കർമ്മം മുൻനിർത്തി, ഈ സൽക്കർമ്മം തവസ്സുലാക്കി, ഈ സൽക്കർമ്മം നിന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ഈ രോഗത്തിന് എനിക്ക് ശമനം നൽകണമേ എന്ന് ചോദിക്കാം. അതാണെന്ത്? ദുആ അഅ്മാലു സാലിഹാത്ത് കൊണ്ടുള്ള തവസ്സുൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരങ്ങനെ അള്ളാഹുവിലേക്ക് അവർ ചെയ്ത അമലു സാലിഹാത്ത് കൊണ്ട് തവസ്സുലാക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ആളുടെ പ്രവർത്തനമാണ് അയാൾ പറഞ്ഞത്. അയാൾക്ക് അല്ലാഹുമ്മ കാന ലി അബവാനി ശൈഖാനി കബീർ, 2 മാതാപിതാക്കളുണ്ടായിരുന്നു, വയസ്സായിരുന്നു. ഞാനൊരു ദിവസം ഇങ്ങനെ എൻ്റെ ആടിനെയും മേച്ചങ്ങനെ പോയി ദൂരെ ആയി. തിരിച്ച് ഞാൻ വന്നപ്പോഴേക്കും അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ പാലൊക്കെ കറന്നു. സാധാരണ ഞാൻ തന്നെയാണ് പാല് കറന്ന് അവർക്ക് കൊടുക്കാറുള്ളത്. എൻ്റെ കുട്ടികളെയും കുടുംബത്തെയും ഒക്കെ കുടിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ അവരെയാണ് കുടിപ്പിക്കുക. അതാണ് എൻ്റെ രീതി. അങ്ങനെ ഞാൻ പാല് കറന്ന് ചെന്നു. അവിടെ ചെന്നപ്പോഴാണെന്ത്, ഇവർ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു വാചകം കേട്ടോ നിങ്ങൾ, വല്ലാത്തൊരു, അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിൽ ഏറ്റവും വലുത് അതാണ്. എന്താ? കുന്തു ലാ അഗ്ബിഖു ഖബ്ലഹുമാ അഹ്ലൻ വലാ മാലൻ. എൻ്റെ കുടുംബത്തിനോ എൻ്റെ ഭൃത്യന്മാർക്കോ അവർ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാറില്ല? കൊടുക്കാറില്ല. മക്കൾക്കും കുട്ടികൾക്കൊക്കെ ഞാൻ കൊടുത്തത്, മാതാപിതാക്കൾക്ക് കൊടുത്ത ശേഷം എന്ത് ചെയ്യുള്ളൂ? കൊടുക്കുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ ചെന്നപ്പോൾ എന്താണ്, ഇയാൾ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പാലുമായിട്ട് അവിടെ നിന്നു. ആ നിൽക്കുന്ന രംഗം വിശദീകരിച്ചത് കണ്ടോ നിങ്ങൾ? ഭയങ്കര രസമാണ്. കണ്ടോ? ഫലബിസ്തു, ഞാനങ്ങനെ നിന്നു. അപ്പോൾ വലിയ പ്രശ്നം, ആദ്യത്തെ പ്രശ്നം പറഞ്ഞാൽ എന്താ? കരിഹത്തു അൻ ഊഖിലഹും. 2 കാര്യം എനിക്ക് പ്രയാസമായി. ഒന്ന്, അവരെ ഉണർത്തുക എന്നുള്ളത് എനിക്ക് ഭയങ്കര പ്രയാസം. പോലെ ഉണർത്താൻ പറ്റുമോ? മാതാപിതാക്കളാണ്, ക്ഷീണിച്ചുറങ്ങിയതാ, ഉണർത്തിക്കൂടാ. 2, വൻ അഗ്ബിഖ ഖബ്ലഹുമാ അഹ്ലൻ വലാ മാലൻ. അതുവരെ ഞാൻ ചെയ്ത ഒരു രീതി ഉണ്ട്. എന്താ? ഞാൻ ആദ്യം കറന്ന് പാൽ ആർക്കാ കൊടുക്കാറ്? മാതാപിതാക്കൾക്ക്. അതും മാറ്റാൻ എനിക്കെന്തായി? പ്രയാസം. അയാളുടെ ആ മനസ്സിൻ്റെ വൃത്തി. നമ്മുടെ വിഷയം ഇഖ്ലാസാണല്ലോ, ഇഖ്ലാസുൻ നിയ്യത്തല്ലേ നമ്മൾ അധ്യായം. അത് 2 എനിക്ക് ഭയങ്കര പ്രയാസമായി. അപ്പം പിന്നെ എന്താ ചെയ്യുക? കറന്ന പാലെവിടെ ഉണ്ട്? കയ്യിലുണ്ട്. അതാണ് ആ നൃത്തം. കണ്ടോ? ഫലബിസ്തു, ഞാനങ്ങനെ നിന്നു. വൽ ഖദഹു അലാ യദീന, പാല് കറന്ന പാത്രം എൻ്റെ കയ്യിലും പിടിച്ചങ്ങനെ നിന്ന്. എപ്പോഴാണ്? രാത്രിയാട്ടോ നിൽക്കണേ. നിന്നു. അൻതളിറു ഇസ്തിഖാദഹും, എപ്പോഴാണോ ഇവർ ഉണരാന്നിങ്ങനെ നോക്കി നിൽക്കുക. യാ സലാം. ആ ബന്ധത്തിൻ്റെ ഒരു ശക്തി നിങ്ങൾ ആലോചിച്ച് നോക്കും. എപ്പോഴാണ് അവർ ഉണരുക? അപ്പം കൊടുക്കാന്ന് വിചാരിച്ചിങ്ങനെ നോക്കി നിൽക്കണം. ഹത്താ ബരിഖൽ ഫജ്ർ, നിന്ന് അവസാനം എന്തായി? നേരം വെളുത്തു വന്നു. അപ്പം എന്തായിരിക്കും ആ നൃത്തം? ഒരു പ്രയാസം ഉണ്ടായിണ്ടാവില്ല. നല്ല സന്തോഷമുള്ള നൃത്തമാണ്. മനസ്സിന് വെറുപ്പില്ല, ബുദ്ധിമുട്ടില്ല. നമ്മൾ ബാപ്പാക്കും ഉമ്മാക്കും സുഖമില്ല, ഞാൻ കുറച്ചു നേരം ഒരു ദിവസം രാത്രി ഉറക്കൊഴിക്കേണ്ടി വന്നാൽ തന്നെ നമുക്ക് എന്തായിരിക്കും? ഹായ്, ഭയങ്കര ക്ഷീണം, തലവേദന, ബുദ്ധിമുട്ട്. ഇവിടെ ഒന്നുമില്ല.
ഇവിടെ നിൽക്കുകയാണ്. ക്ഷീണമില്ല, തലവേദനയില്ല, ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസമില്ല. മനസ്സിലായില്ലേ? ഇനി അതല്ല, അതിലേറെ രസം എന്താ അടുത്ത വാചക, ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ എൻ്റെ മക്കള് എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വന്ന് ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. ഉപ്പാ പാല് എവിടെ വിശക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ച വെക്കുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്. എന്നിട്ടും എൻ്റെ ശ്രദ്ധ എവിടെയാണ്? ഉണരുണ്ടോന്നിങ്ങനെ നോക്കി നിൽക്കുക. ആ സ്നേഹത്തിൻ്റെ ശക്തിയാണത്. സുബ്ഹാനല്ലാഹ്. ഫസ്തൈഖള, നേരം എടുത്തപ്പോൾ അവർ ഉണർന്നു. ഞാൻ അവർക്ക് എന്ത് ചെയ്തു? പാല് കൊടുത്തു. ഇതാണ് ഒന്നാമത്തെ ആളുടെ സംഭവം. അയാൾ ആ സംഭവം അയാൾ ചെയ്ത ഒരു വലിയ മനസ്സിലുള്ള അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത ഒരു കർമ്മം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരു കർമ്മം അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിനോട് പറയുകയാണ്, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ഹാദാ ലിബ്തിഗാഇ വജ്ഹിക് ഫഫർരിജ് അന്നാ മാ നഹ്നു ഫീഹി. അള്ളാഹുവേ, ഉണ്ടോ വാചകം? ഇൻ കുൻതു ഫഅൽതു ദാലിക, ഈ പ്രവർത്തനം ഞാൻ ചെയ്തത് ആണെങ്കിൽ, ഇബ്തിഗാഅ വജ്ഹിക, റബ്ബേ നിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ, എനിക്ക് ഉറപ്പില്ല ആണോ. എൻ്റെ മനസ്സാർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്കേ അറിയുള്ളൂ. നോക്കി നിങ്ങൾ, അത്ര ധൈര്യമാണ് അമൽ, അത്ര ധൈര്യം. പഠിച്ചവനെ ആ ചെയ്തതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം എന്നല്ല പറഞ്ഞത്. അള്ളാഹുവേ, ഞാൻ ചെയ്ത ഈ പ്രവർത്തനത്തിൽ വേറെ ഒന്നിൻ്റെയും അംശമില്ല, ഒന്നിൻ്റെയും അംശമല്ല. അതാണ് പ്രശ്നം, അതാണ് നമ്മളെ വിഷയം. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ എന്ത് അമലായാൽ അതിൽ വേറെ ഒന്നിൻ്റെയും അംശം കലരരുത്. ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു സ്വാധീനം, രാഷ്ട്രീയത്തിൻ്റെയോ ആൾക്കാർ കാണാനുള്ളതിൻ്റെയോ സംഘത്തിൻ്റെയോ സംഘടനയുടെയോ ഗ്രൂപ്പിൻ്റെയോ ഒറ്റ സംഗതിയുള്ളൂ. അതെന്താ? വജ്ഹുല്ലാ, വേറെ ഒന്നുമില്ല. അത് അള്ളാഹിനോട് അങ്ങനെ തുറന്നു പറയാൻ കഴിയാന്ന് പറഞ്ഞാൽ മഹാധൈര്യമാണ്, ഭയങ്കര ധൈര്യം. നമുക്ക് നിസ്കരിച്ചാൽ തന്നെ ധൈര്യം ഉണ്ടോ പറയാൻ? ബാക്കിയൊക്കെ അവിടെ കട്ടെ. ഇതിപ്പോൾ ഒരു മാതാപിതാക്കൾക്ക് ചെയ്ത ഒരു സേവനമാണ്. അത്ര ധൈര്യമാണ് അമലുകൾക്ക്, അത്ര ധൈര്യം വേണമെന്നർത്ഥം. അള്ളാഹുവേ, ഞാനീ ചെയ്തത് ഇബ്തിഗാ വജ്ഹിക, നിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണെങ്കിൽ, ഫഫർരിജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ, ഞങ്ങളുള്ള ഈ പാറക്കല്ല്, ഈ ഗുഹയിൽ നിന്ന് ഈ പാറക്കല്ല് മാറ്റി ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥന. എന്നുവെച്ചാൽ അത്ര ധൈര്യം ഉണ്ട് എന്നർത്ഥം. നമ്മുടെ അടുത്തുണ്ടോ വല്ല അമലും? അത്ര ധൈര്യമുള്ള ഒരു അമൽ പാറിൻ്റെ ഉള്ളിൽ കിടങ്ങി എന്ന് നമ്മൾ ആദ്യം എന്താ ചെയ്യുക? റേഞ്ച് ഉണ്ടോ നോക്കും. ഏറ്റവും അടുത്ത സുഹൃത്തിന് വ്യത്യാസമാണ് മനുഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഈമാൻ മനസ്സിനെ സ്പർശിച്ചാലുള്ള അവസ്ഥ, ഈമാൻ ഹൃദയത്തെ സ്പർശിച്ചാലുള്ള അവസ്ഥ, ദീന് നമ്മളെ ജീവിതത്തെ സ്വാധീനിച്ചാലുള്ള അവസ്ഥയാണിത്. നമുക്ക് ഓർമ്മ വരും, ആദ്യം ഓർമ്മ വരാം മൊബൈൽ ഫോണായിരിക്കും. അന്ന് പിന്നെ മൊബൈൽ ഫോൺ ഇല്ലാന്ന് വെക്കാം, എന്നാലും വിളിച്ചു പോവാന്ന് അവർക്ക് തോന്നിയില്ലല്ലോ. ആരെങ്കിലുമൊക്കെ അല്ലേ, മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ വിളിച്ചു പോകലിൻ്റെ വേറൊരു സംഗതിയാണ്. തോന്നിയില്ല? ആരെങ്കിലും വിളിക്കാൻ തോന്നിയോ? ആരും വിളിക്കാൻ തോന്നിയില്ല. ആരും വിളിക്കാൻ തോന്നിയില്ല. ആരെ വിളിച്ചത്? അള്ളാനെ. എങ്ങനെ വിളിച്ചു? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപം. അതാണ് അവൻ ചെയ്ത ഒരു അമലിന് ഇഖ്ലാസുള്ള അമലാണ്. അതുകൊണ്ടാണ് വജ്ഹുല്ലാ എന്ന് പറഞ്ഞു. അത്ര ധൈര്യമുണ്ട് പറയാൻ. എന്നിട്ട് ആരെ വിളിച്ചു? അള്ളാഹുവിനെ വിളിച്ചു. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ഹാദാ ഇബ്തിഗാഅ വജ്ഹി, അല്ലാഹുവേ, ഞാനീ ചെയ്ത അമൽ നിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ആണ് എന്നുള്ളതിൻ്റെ തെളിവാണെന്ത്? അതിൻ്റെ റിസൾട്ട് എന്താ? കുറച്ചൊന്ന് എന്തായി? ലാ യസ്തതിഊനൽ ഖുറൂജ മിൻഹു, പക്ഷെ പുറത്തേക്ക് പോരാൻ കഴിയുന്നില്ല. പുറത്തേക്ക് വരാൻ, അതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ ആളെ സംഭവം അതിലേറെ രസമാണ്. കേട്ടല്ലോ നമ്മൾ. എന്താണ്? അദ്ദേഹത്തിൻ്റെ ഇബ്നത്തു അമ്മിനെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. അളാപ്പൻ്റെ മോളോട് ഭയങ്കരമായ പ്രേമമായിരുന്നു, സ്നേഹമായിരുന്നു. മനസ്സിലായില്ലേ? കണ്ടോ? അടുത്ത വേറൊരു റിപ്പോർട്ടിൽ പറഞ്ഞത് കുൻതു ഉഹിബ്ബുഹാ കശതിമാ യുഹിബ്ബു റിജാല വന്നിസാ, സാധാരണ പുരുഷന്മാർ സ്ത്രീകളെ സ്നേഹിക്കാറുണ്ട്, പക്ഷെ അതിനേക്കാൾ അശദ്ധായി ഞാൻ അവളെ, എന്നുവെച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നു എന്നർത്ഥം. എന്ന് മാത്രമല്ല, ഫഅറത്തുഹാ അലാ നഫ്സിഹ, ഞാൻ സ്നേഹിച്ചത് അവളുടെ ശരീരത്തിന് വേണ്ടിയാണ്. അതൊന്നും എനിക്ക് ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ടായി.
പക്ഷെ അവൾ എന്ത് ചെയ്തു? ഫംതനഅത് മിന്നി, അവൾ സമ്മതിച്ചില്ല. എന്നാലും ഞാനിങ്ങനെ കാത്തുനിന്നൊരു ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹത്താ അലമ്മത്ത് ബിഹ, ചാൻസ് കിട്ടി. അവൾക്കൊരു ദുരിതം വന്നു. അങ്ങനെ അവൾ എൻ്റെ അടുത്ത് വന്നു. ദുരിതമാണ്, പ്രയാസമാണ്, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വകയൊന്നുമില്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു? അവൾക്ക് 20 ദീനാർ നൽകി. 120 ദീനാർ സ്വർണമാണത്. പക്ഷേ ഒരു കണ്ടീഷൻ പറഞ്ഞു. കൊടുത്തപ്പോൾ എന്താ? എനിക്ക് നിൻ്റെ ശരീരമൊന്ന് ആസ്വദിക്കണം. വ്യഭിചാരമാണ് വിഷയം. ആസ്വദിക്കണം, എന്നാൽ ഞാൻ നിനക്ക് 120 ദിർഹം തരാം. അവൾക്ക് സമ്മതമായി. കാരണം പട്ടിണി അത്ര ശക്തമായിരിക്കും, പട്ടിണിയായിരിക്കും, വിശന്ന് മരിക്കാനായി ഉണ്ടാവും. അതുകൊണ്ടാണ് അവൾ സമ്മതിച്ചു. പക്ഷേ ഇനിയാണ് വിഷയം. ഫലമ്മാ ഖഅത്തു, ഉണ്ടോ, ഹത്താ ഇദാ ഖദർതു അലൈഹ, എനിക്ക് അതിന് സാധിച്ചു. വഫി റിവായത്തിന്, വേറെ ഒരു റിപ്പോർട്ടിലെ ഭാഷ വളരെ തുറന്നാണ്. ഫലമ്മാ ഖഅത്തു ബൈന റിജ്ലൈഹ, അവളുടെ 2 കാലുകൾക്കിടയിൽ ഞാൻ ഇരുന്നപ്പോൾ, മനസ്സിലായില്ലേ, എല്ലാ സൗകര്യത്തോടും കൂടി അവളുടെ ശരീരം ആസ്വദിക്കാൻ ഞാൻ തയ്യാറായപ്പോൾ, കാലത്ത്, അപ്പോഴാണ് അവളുടെ ഒരു വാക്ക് വന്നത്. ഇത്തഖില്ലാ വലാ തഫുദ്ദൽ ഖാതമ ഇല്ലാ ബിഹഖ്. ഇത്തഖില്ലാ, അതൊരു ഭയങ്കര കടുപ്പുള്ള വാക്കാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചോ. ഒരൊച്ച കേട്ടു എന്ന് അയാൾ. ഇത്തഖില്ലാ വലാ തഫുദ്ദൽ ഖാതമ ഇല്ലാ ബിഹഖ്. സീല് പൊട്ടിക്കേണ്ടത് അതിൻ്റെ അവകാശത്തോടു കൂടിയായിരിക്കണം. കന്യാചർമ്മം നിനക്ക് പൊട്ടിക്കണമെങ്കിൽ ഒരു ഹക്കുണ്ട്. എന്താ ഹക്ക്? മഹറ, നിക്കാഹാണ്. ശരിയല്ലേ? എന്നാലേ അത് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഇത്തഖില്ലാ, അതൊരു ഭയങ്കര ശബ്ദമായിരുന്നു. അത് കേട്ട് ഇയാൾ ഫൻസറഫ്തു അൻഹ, അയാൾ തട്ടിപ്പടിഞ്ഞ് എഴുന്നേറ്റ് പേടിച്ചു പോയി. ഇത്തഖില്ലാ, മനുഷ്യന്മാരുടെ ഒരു മനസ്സിൻ്റെ ഈമാൻ, ഞാൻ പറഞ്ഞല്ലോ, ഈമാൻ മനസ്സ് തെറ്റാണ്. മനുഷ്യന് തെറ്റുകളൊക്കെ പറ്റും, ഭയങ്കര തെറ്റാണല്ലോ, വലിയ തെറ്റിലേക്ക് അയാൾ പോകണം. എന്നുവെച്ചാൽ മനുഷ്യന് തെറ്റുകൾ പറ്റും. പക്ഷേ ഈമാൻ മനസ്സ് തട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് തെറ്റൊന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമയാണെങ്കിൽ പിശാചിൻ്റെ അടിമയാകരുത്. നമ്മളെ മനസ്സെപ്പോഴും അള്ളാഹുവുമായുള്ള ബന്ധമുണ്ടാവുക, ഈമാൻ നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് രക്ഷപ്പെടുത്തും. ആ രക്ഷപ്പെടുത്തലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ സൗകര്യവും അയാൾക്ക് ഒത്തുചേർന്നു. എത്രയോ കാലമായി അയാൾ ആഗ്രഹിച്ചതാ, എന്നിട്ട് പോലും ഇത്തഖില്ലാ. നമ്മൾ എത്ര പ്രാവശ്യം കേൾക്കലുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കലുണ്ട്. വല്ലതും തോന്നലുണ്ട് നമുക്ക്? നമ്മൾ ചെയ്ത വല്ല ഏർപ്പാടും നിർത്തണം തോന്നിയിട്ടുണ്ടോ? വല്ല തോന്നിയാസവും, വല്ല വൃത്തികേടും, അല്ല നിരോധിച്ച വല്ല കാര്യങ്ങളും? ആകെ നടക്കണത് ഇപ്പോൾ അതാണല്ലോ മുഴുവൻ. എവിടെ നോക്കിയാലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഇത്തഖില്ലാ എന്ന് എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നുണ്ട്. നമുക്ക് ചാടി പടന്ന് എഴുന്നേൽക്കാൻ തോന്നിയോ? എവിടുന്നെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും തെറ്റിൽ നിന്ന് നമുക്ക് മാറാൻ തോന്നിയോ? അതാ മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ വൃത്തിയാണ്, വെറുപ്പാണ്. മനസ്സിൻ്റെ വൃത്തി, ഈമാനാണ് മനസ്സിനെ വൃത്തിയാക്കുക. വേറെ ഒന്നിനും മനസ്സിനെ വൃത്തിയാക്കാൻ കഴിയില്ല. ഈമാനെ മാത്രമേ മനുഷ്യൻ്റെ മനസ്സിനെ വൃത്തിയാക്കാൻ കഴിയൂ. ആ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ആ ഈമാൻ മനസ്സിലേക്ക് അള്ളാഹു പ്രവേശിപ്പിച്ചു തരും. അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തും. എവിടുന്നു, ഏത് തെറ്റിൽ നിന്നും, ഏത് കുടുക്കിൽ നിന്നും. എല്ലാവർക്കും ഉണ്ടാവും അനുഭവം. ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ പല തെറ്റിലും ആൾക്കാരറിയാതിരുന്നിട്ടില്ല. തെറ്റിപ്പോഴും അള്ളാഹ് രക്ഷപ്പെടുത്തിയതാണ് നമ്മളെ. എത്ര തെറ്റുകളിൽ നിന്ന് നമ്മൾ ഭയങ്കരമായ തെറ്റുകളിലേക്ക് പതിക്കാൻ പോകുമ്പോൾ നമ്മളവിടുന്ന് അള്ളാഹ് ചില കാരണങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ട് നമ്മളവിടുന്ന് മാറേണ്ടി വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത്തഖില്ലാ വലാ തഫുദ്ദൽ ഖാതമ ഇല്ലാ ബി ഫൻസറഫ്തു അൻഹാ. ഇനിയതാണ് ഭയങ്കര വിഷയം. ഞാൻ ചാടിപ്പടന്ന് എഴുന്നേറ്റ് പോയി. പക്ഷെ പോകുമ്പോൾ എൻ്റെ അവസ്ഥ എന്താ? അതാണ് രസം. വഹിയ അഹബ്ബുന്നാസി ഇലൈഹി. അപ്പോഴും ജനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അവളോടായിരുന്നു. എന്ന് വെച്ചാൽ എന്താ? അവളുടെ ശരീരം അനുഭവിക്കാൻ എന്നെ സമ്മതിക്കാത്തത് കൊണ്ട് എനിക്ക് അവളോട് എന്തില്ല? വെറുപ്പില്ല. സാധാരണ ആണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാകുക? അല്ലല്ലോ, ദേഷ്യമല്ലേ? ഈ സമയത്താണോ നീ ഈ സാധനം പറയാൻ തോന്നിയേ? ഈ സമയത്താണോ? എല്ലാ സൗകര്യവും കിട്ടിയിട്ടാണോ എന്നാ ചോദിക്കുക. ഇതങ്ങനല്ല. ഇത് അവിടുന്ന് എഴുന്നേറ്റ് പോകേണ്ടി വന്നപ്പോഴും വഹിയ അഹബ്ബുന്നാസി ഇലൈ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ് അവൾ. അതാണ് ഈമാൻ. ഒരു വെറുപ്പില്ല, നേരെ മറിച്ച് സന്തോഷമാണ്. എന്താ? ഒരു തെറ്റിൽ നിന്ന് എന്നെ അവൾ രക്ഷിച്ചു. ഒരു വാക്ക്, അല്ലാഹു തആല അവളുടെ നാവിലൂടെ ഒരു വാക്ക് കൊണ്ടുവന്നു, ഞാൻ രക്ഷപ്പെടുത്തു. വഹിയ അഹബ്ബുന്നാസി ഇലൈ. അങ്ങനെ മാത്രമല്ല, നോക്കൂ നിങ്ങൾ, തറക്തു ദഹബ അല്ലദീ അതൈതുഹ, ഞാൻ കൊടുത്തത് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടാ.
ഞാൻ പറഞ്ഞ കണ്ടീഷൻ നീ അംഗീകരിച്ചിട്ടില്ലല്ലോ, തിരിച്ചുകൊണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അവൾക്ക് കൊടുത്തു. അതാണ് ഈ മനുഷ്യൻ്റെ പ്രവർത്തനം. മനസ്സിലായില്ലേ? അപ്പോൾ വ്യഭിചരിക്കാൻ വേണ്ടിയാണ് പണം കൊടുത്തത്. പക്ഷേ അവൻ എന്ത് ചെയ്യാണ്? അവനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്. വല്ലാത്തൊരു സംഭവം അത്. അള്ളാഹിനോട് എപ്പോഴും നമ്മൾ ചോദിക്കണം, ഈ മാതിരി ഫിത്തനകളിൽ നിന്ന് രക്ഷപ്പെടാൻ. നമ്മൾ ജീവിക്കുന്ന ദുനിയാവ് ഫിത്തനകളുടെ ദുനിയാവാണ്. ഇതിലൊക്കെ നമ്മൾ ചെന്ന് പെടും, ആരും രക്ഷപ്പെടുന്നില്ല. അങ്ങനെയാണ്. പക്ഷേ ഈ ഫിത്തനയിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. ഇപ്പോൾ നമ്മളും നമ്മുടെ മക്കളൊക്കെ എല്ലാവരും പെടും. ഇപ്പം ആകെ പ്രശ്നമാണല്ലോ. എന്നിട്ട് അദ്ദേഹം പറയണ വാചകം നോക്കൂ, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക, അള്ളാഹുവേ എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിട്ട് പോലും ഞാൻ വ്യഭിചരിക്കാതെ എഴുന്നേറ്റ് പോന്ന ആ പ്രവർത്തനം നിൻ്റെ വജ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തതെങ്കിൽ ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീ. ആദ്യം പറഞ്ഞ അതേ വാചകം തന്നെ, നമുക്കൊക്കെ പറയാനുള്ള ആ വാചകം തന്നെ, എല്ലാവരും പറയേണ്ട അതാ. ഫഫ്റുജ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പാറ നീങ്ങണം എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടാക്കി തരണം. നമുക്കൊക്കെ പറയാവുന്ന വാചകാട്ടോ. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു, നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്തിട്ടും അള്ളാഹിനോട് നമുക്ക് ചോദിക്കാനുള്ള അതാ. പഠിച്ചവനെ, ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച 9 തോറ്റു, ഭയങ്കരമായ പ്രശ്നമായിരുന്നു, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ടായി, ഭയങ്കര ദാഹമുണ്ടായി, ഇല്ലാതെ പ്രയാസപ്പെട്ടു. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഇ വജ്ഹിക ഫഫർരിജ് അന്നാ മാ നഹ്നു ഫീഹി. അല്ലാഹുവേ, ഞാൻ ആ ചെയ്ത നോമ്പ് നിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമുള്ളതായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ പെട്ടിട്ടുള്ള ആപത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം. അത്രയും അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോഴും ഫൻഫറജതി സഖറ, പാറ നീങ്ങി. ഗൈറ അന്നഹും ലാ യസ്തതിഊന അൽ ഖുറൂജ മിൻഹാ, പക്ഷേ പുറത്തേക്കാണ് വരാൻ കഴിയൂല. മനസ്സിലായില്ലേ? അള്ളാഹു ചെയ്ത ആ രീതി നിങ്ങൾ ആലോചിച്ചു. വഖാല സാലിസ്, ഇനിയാണ് മൂന്നാമത്തെ ആൾ. മൂന്നാളുണ്ടല്ലോ. മൂന്നാമത്തെ ആളുടെ വിഷയം, അയാൾ കുറേ കൂലിക്ക് വിളിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എല്ലാവർക്കും കൂലി കൊടുത്തു, ഒരാൾക്കൊഴികെ. അയാൾ കൂലി വാങ്ങാതെ പോയി. കുറേ കൂലിക്കാരുണ്ട്, ആരൊക്കെ വാങ്ങിയില്ല ശ്രദ്ധിച്ചില്ല. പിന്നെ അവസാനം നോക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്തിട്ടില്ല, വാങ്ങിയിട്ടില്ല. അപ്പോൾ അയാളുടെ കൂലി എൻ്റെ അടുത്ത് ബാക്കിയായി. ഞാൻ എന്ത് ചെയ്തു? അതൊരു സ്ഥലത്ത് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചില്ല. നമ്മളാണ് ഈ ചെയ്യുന്ന, നല്ല ഭദ്രമായി കെട്ടിപ്പൊതിഞ്ഞ് കഴിയുമ്പോൾ നിന്നാക്ക് കൂലി കൊടുക്കാനുള്ളതാണ് എന്ന് കഴിയുമ്പോൾ എഴുതി അവിടെ വെക്കും. ചെയ്തില്ല. മറിച്ച് ഫസമ്മർതു അജ്റഹു, ഞാനത് ഇൻവെസ്റ്റ് ചെയ്തു ഒരു സ്ഥലത്ത്. അതാ വേണ്ട. അതാണ് അതിലെ അമാനത്ത്. മനസ്സിലായില്ലേ? നഷ്ടം വരും ചിലപ്പം, അത് സാരല്ല. നമ്മളെ നെയ്യത്ത് എന്തായിരിക്കണം? നഷ്ടം വരുത്താനാകരുത്. നേരെ മറിച്ച് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ അതിന് ഡീവാലുവേഷൻ സംഭവിച്ച് അതിൻ്റെ മൂല്യശോഷണം സംഭവിച്ചെന്താവും? പിന്നെ നിലവാരമില്ലാതാവും. മുമ്പത്തെ ഒരു കൂലി ആലോചിച്ചു നിങ്ങൾ, ഇപ്പോൾ കൊടുത്താൽ ഒരു നിലയില്ലല്ലോ. നേരെ മറിച്ച് ആ കൂലിക്ക് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വർദ്ധിക്കും. അദ്ദേഹം ചെയ്തത് അതാണ് എല്ലാവരും ചെയ്യണ്ടോ. ഫസമ്മർതു അജ്റഹു ഹത്താ കസറത് മിൻഹുൽ അംവാൽ, ഒരുപാട് സ്വത്തുണ്ടായി എന്നാ പറഞ്ഞത്. എന്നിട്ട് സ്വത്ത് ഇങ്ങനെ എണ്ണുകയാണ്. എന്ത്? ഇബില്, ബക്കർ, ഗനമ്, റഖീഖ് ഒക്കെ, അന്നത്തെ പ്രധാന സ്വത്തൊക്കെ. ഒട്ടകണ്ട്, ആടുണ്ട്, പശുണ്ട്, മാഷാഅല്ലാഹ്, മറ്റേ അടിമണ്ട്, എല്ലാമുണ്ട്. ഇയാൾ വരിക, ഇയാൾ വന്നിട്ട് എന്ത് ചോദിക്കുകയാണ്? കൂലി ചോദിക്കുകയാണ്. കൂലി ചോദിക്കണ വാചകം ഘട്ടങ്ങൾ, യാ അബ്ദല്ലാ അദ്ദി ഇലയ്യ അജ്രി, എടോ അള്ളാഹുവിൻ്റെ അടിമേ എൻ്റെ പണം കൊണ്ടാന്ന് പറഞ്ഞു. നല്ല ചോദ്യമാണ്. അപ്പോഴാണ് എന്ത് ഇയാളിത് കാണിച്ചു കൊടുക്കണത്. അപ്പോൾ ഇയാൾ ചോദിക്കണത് തിരിച്ചെന്താ? യാ അബ്ദല്ലാ, അടുത്ത അബ്ദല്ലാ നോക്കൂ, യാ അബ്ദല്ലാ ലാ തസ്തഹ്സി ബി, എടോ നീ എന്നെ പരീക്ഷിക്കുക, ഞാൻ നിന്നോട് ചോദിച്ച ഒരു ദിവസത്തെ കൂലിയല്ലേ, എന്നിട്ട് ഈ കാണുന്ന ആടും ഒട്ടകവും നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് വെച്ചാൽ അങ്ങനെ തോന്നിപ്പോയി. നമ്മൾ അറിയേണ്ടത് ആ കാലഘട്ടത്തിൽ പോലും അതൊരു അപൂർവ സംഭവമായിരിക്കും. അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. ശരി, ഈ കാലത്ത് നമ്മൾ ചെയ്താൽ പത്രത്തിൽ പെട്ടിക്കുളത്തിലൊക്കെ വരുമല്ലോ. മനസ്സിലായില്ല? എന്താ? വളരെ അപൂർവം സംഭവമായിരിക്കും, ഉണ്ടാവില്ല. കാരണം തൊഴിലാളി മുതലാളി ബന്ധമൊക്കെ ഇന്ന് ഭയങ്കര മോശമാണല്ലോ. സമരം ചെയ്താണ് എന്ത് കൂലി കിട്ടുള്ളൂ. മാന്യമായ കൂലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആരായാലും സമരം ചെയ്യണം, അല്ലെങ്കിൽ അടി ഉണ്ടാക്കണം, പ്രശ്നം ഉണ്ടാക്കണം, തെറ്റണം. ചോദിച്ചതിന് തെറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടി പ്രശ്നമാണ്. ഇപ്പം ഇയാൾ പറയാം ലാസ്റ്റ് ഹസിബിക്, ഞാൻ നിന്നെ പരിഹസിച്ചിട്ടൊന്നുമില്ല,
ഇതൊരു മാന്യമായ സംഗതിയാണ്. ഫഅഖദഹു കുല്ലഹു, അങ്ങനെ എല്ലാം ഇയാളെടുത്തു, ഒന്നും ബാക്കിയാക്കിയില്ല. എല്ലാ സംഗതിയും ഉണ്ടായിരുന്നത് മുഴുവൻ കൊണ്ടുപോയി. മനസ്സിലായില്ലേ? എന്നിട്ട് ഇയാൾ ദുആ ചെയ്യാണ്, അതേ അല്ലാഹുമ്മ, പഠിച്ചവനെ എനിക്ക് വേണമെങ്കിൽ അയാൾക്ക് കൊടുക്കാതിരിക്കാലോ. മനസ്സിലായില്ലേ? അയാൾക്ക് കൂലി കൊടുത്താൽ പോരെ, മതി. പക്ഷേ അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ബിതിഗാഅ വജ്ഹിക്, അല്ലാഹുവേ ഞാൻ ഈ ചെയ്തത് നിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണെങ്കിൽ ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, ഞങ്ങളുള്ള ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിച്ചു തരണമേ. മൂന്നാമത്തെ ആളാ. അപ്പോഴോ ഫൻഫറജത്തിസ് സഖ്റ ഫഖറജു യംഷൂൻ, അപ്പോൾ പാറ പറ്റ നീങ്ങി. അങ്ങനെ മൂന്നാളും എന്ത് ചെയ്തു? പുറത്തു പോയി. നോക്കി നിങ്ങൾ, ഇവിടെ അല്ലാഹു തആല ചെയ്തൊരു സംഗതി. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആളുകളെ മുഴുവൻ, മൂന്നാളുകളും എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. മൂന്നാളുകളും പ്രാർത്ഥിച്ചു. മൂന്നാളുകളുടെയും പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു തആല ആ പാറയെ നീക്കിക്കൊടുത്തു. എല്ലാവരും പ്രാർത്ഥിച്ച വാചകം ഒന്നാണ്. എന്താണ്? ഇൻ കുൻതു ഫഅൽതു ഹാദാ ലിബ്തിഗാഇ വജ്ഹിക്. ഈ പ്രവർത്തനമൊക്കെ മനുഷ്യൻ പലതിനും ചെയ്യും. ആളുകളുടെ അടുത്ത് സൽകീർത്തി കിട്ടാൻ, പേര് കിട്ടാൻ, ജനങ്ങൾ കാണാനും ഒക്കെ ചെയ്യും. ഇതിലതൊന്നുമില്ല. റിയാ ഇല്ല, സുംഅത്തില്ല, ആളുകൾ പ്രശംസിക്കാനല്ല, ഓ ഇയാൾ ഭയങ്കര ഉഷാറാണ് എന്ന് പറയാനല്ല, ഒന്നുമില്ല. അങ്ങനെ ചെയ്ത അമലൊക്കെ എന്തായി പോവും? പാഴായി പോവും. നേരെ മറിച്ചോ അങ്ങനെയല്ലാതെ ചെയ്ത ഇങ്ങനത്തെ അമലുകളോ അതേ എന്താവുള്ളൂ? ബാക്കിയാകുള്ളൂ എന്നർത്ഥം. അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബാക്കിയാവുള്ളൂ. മനസ്സിലായി? അപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അമല് നമ്മുടെ ജീവിതത്തിൽ ബാക്കി ഉണ്ടാകണം. എപ്പോഴും നമ്മളടുത്തൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാണ്. എപ്പോഴും ഒരു അമല് നമ്മുടെ അടുത്ത് ഇങ്ങനെ ബാക്കിയാണ്. ഏറ്റവും കൊടുക്കുന്ന സമയത്ത് എന്താക്കാൻ? ചോദിക്കാൻ. എന്നാൽ അള്ളാഹ് രക്ഷപ്പെടുത്തും. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ ശർഹയിലേക്ക് നമുക്ക് പോവാം. അദ്ദേഹം പറയണം അതിൻ്റെ അവസാനം, വഫീ ഹാദൽ ഹദീസ് മിനൽ ഫവായിദി വൽ ഇബർ, ഈ ഹദീസിൽ ഒരുപാട് ഉപകാരങ്ങളും ഒരുപാട് പാഠങ്ങളുമുണ്ട്. ഫദീലത്തു ബിർറിൽ വാലിദൈൻ, ഒന്നാമത്തെ പാഠം അദ്ദേഹം മനസ്സിലാക്കി അതാണ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിലുള്ള ശ്രേഷ്ഠത. വഅന്നഹു മിനൽ അഅമാലി സ്സാലിഹ അല്ലതി തഫറജ ബിഹൽ ഖുർബാത്ത്, വലിയ പ്രയാസങ്ങളിൽ നിന്ന് പോലും ആശ്വാസം ലഭിക്കാവുന്ന സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണ് എന്ത്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യും. നമ്മളൊക്കെ എന്തെങ്കിലും ഒന്ന് അങ്ങനത്തെ നമ്മളെടുത്ത് വേണം. വതുസാലു ബിഹല്ലുലുമാത്ത്, വലിയ ഇരുട്ടുകളിൽ നിന്ന് പോലും മോചനം ലഭിക്കാൻ, നീങ്ങിപ്പോകാനുള്ള ഏറ്റവും നല്ല അമലു സാലിഹാത്താണെന്ത്? ബിർറുൽ വാലിദൈൻ. നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടാകും. ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ അയാൾ കാത്തു നിന്ന്, നമുക്ക് കാത്തു നിൽക്കേണ്ടി വന്നാൽ അത് അള്ളാഹു നൽകിയ ഒരു അവസരമാണ് എന്ന് നമ്മൾ വിചാരിക്കണം. നമ്മുടെ മാതാപിതാക്കളുടെ എന്തെങ്കിലും അവർക്കൊരു സേവനം ചെയ്തു കൊടുക്കേണ്ടി, അവരൊന്ന് താങ്ങിപ്പിടിക്കേണ്ടി വന്നാൽ, അവർക്ക് വെള്ളം കൊടുക്കേണ്ടി വന്നാൽ, അവർക്ക് ചോറ് കൊടുക്കേണ്ടി വന്നാൽ, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പുറത്തുള്ള എന്തെങ്കിലും അവസ്ഥ വന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും? എത്ര മക്കളുണ്ട് അറിയോ മാതാപിതാക്കളുടെ മൂത്രവും കാഷ്ടവും ഒക്കെ എടുക്കണേ? എത്ര മക്കൾ മഹാഭാഗ്യവാന്മാരാ. ശരിക്കും അവർ മഹാഭാഗ്യവാന്മാരാ. കാരണം അതൊക്കെ എടുക്കുന്ന സമയം, അതൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഈ ഹദീസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഏത് കൊടുക്കുന്നു അവർ രക്ഷപ്പെടും. അതുകൊണ്ട് മാതാപിതാക്കളെ നോക്കി ആരും കുടുങ്ങിയിട്ടില്ല, ആരും കുടുങ്ങൂല. എങ്ങനെയാണെങ്കിൽ വജുഹുള്ള ആഗ്രഹിച്ചുകൊണ്ട്, വജുഹുള്ള എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, വജുഹുള്ള ആഗ്രഹിച്ചുകൊണ്ടാണ് ആ മാതാപിതാക്കളുടെ സംരക്ഷണമെങ്കിൽ അതൊരു വലിയ സ്വത്തായി മാറും. രണ്ടാമത്തെ കാര്യം, ഫദീലത്തുൽ ഇഫ്ഫത്തി അനിസ്സിന, വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ശ്രേഷ്ഠത. വ്യഭിചരിക്കാൻ സാധ്യതയുള്ള എല്ലാറ്റിൽ നിന്നും നാം രക്ഷപ്പെടണം. അത് വലിയ ശ്രേഷ്ഠത ഉള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു കല്യാണം കഴിക്കാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? നോക്കൂ, വഅന്നൽ ഇൻസാൻ ഇദാ അഫ്ഫ അനിസ്സിന, ഒരു മനുഷ്യൻ അവൻ വ്യഭിചാരത്തിൽ നിന്ന് മോചിതനായാൽ, മാ ഖുദ്റതിഹി അലൈഹി, അവന് വ്യഭിചരിക്കാനുള്ള എല്ലാ അവസരവുമുണ്ട്. സന്ദർഭമുണ്ടോ? ചാൻസ് ഉണ്ടോ? ആരും കാണൂല, ആരും അറിയില്ല, അവന് മാത്രം സ്പെഷ്യലൈസ് ചെയ്തതാണ്, ഒരു പ്രശ്നമില്ല. എയ്ഡ്സ് ഉണ്ടാവില്ല, മറ്റുണ്ടാവില്ല, മറിച്ചുണ്ടാവില്ല, ഒരു കുന്തം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ എല്ലാ സാധ്യതയുമുണ്ട്. എന്നിട്ട് അവൻ ഒഴിവാക്കിയാൽ ഫഇന്ന ദാലിക മിൻ അഫ്ദലിൽ അഅമാൽ, അത് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ
കർമ്മമാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാലോ, 7 ആളുകളെ തണലിട്ട് കൊടുക്കുന്ന 7 ആളുകളെ പറഞ്ഞില്ലേ? സുബഅത്തുൻ, ഹദീസ് ഓർമ്മ ഉണ്ടല്ലോ, യുളില്ലുഹുമുല്ലാ യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു എന്ന് പറഞ്ഞ ഹദീസിൽ ഒന്നെന്താ? റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ. ഒരു പെണ്ണ്, തറവാടുള്ള, സൗന്ദര്യമുള്ള, കുലീനതയുള്ള നല്ലൊരു പെണ്ണ് വ്യഭിചരിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ഫഖാൽ, അപ്പോൾ ആ പുരുഷൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാ. അതൊരു ക്വാളിറ്റിയാണ്. ഞാനില്ല, എനിക്ക് പേടിയാ, അള്ളാനെ പേടിയാണ് എന്ന് പറയുക. ഇവിടെയും സംഭവിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എന്നിട്ട് പോലും ഇത്തഖില്ലാ എന്ന വാക്കാണ് ഇയാളെ ഞെട്ടിച്ചത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വന്നു. അപ്പോൾ അയാൾക്ക് തോന്നി ശരിയല്ല ഈ ചെയ്യുന്നത്. അയാൾ എഴുന്നേറ്റു. അത് വല്ലാത്തൊരു സൽക്കർമ്മമാണ്, രക്ഷപ്പെടാനുള്ള സൽക്കർമ്മം, ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സൽക്കർമ്മം. വഫീ ഹാദൽ ഹദീസി ഐളൻ, ഇനി മൂന്നാമത്തെ കാര്യം ഷെയ്ഖ് പറയാണ്, ഈ ഹദീസിലുണ്ട് ദലീലുൻ അലാ ഫദ്ലിൽ അമാന, അമാനത്ത് സംരക്ഷിക്കുന്ന വിഷയത്തിൻ്റെ ശ്രേഷ്ഠത. നമ്മളടുത്ത് ഇയാളടുത്ത് പൈസ കൂലി ബാക്കിയായല്ലോ. വ ഇസ്ലാഹുൽ അമലി ലിൽ ഗൈർ, മറ്റുള്ളവർക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇയാളെ ഒരിക്കലും ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കെട്ടിപ്പൂഞ്ഞ് വെച്ചാലും അയാൾ എന്തല്ല, കുറ്റക്കാരനല്ല, തെറ്റുകാരനല്ല, മതി. പക്ഷെ അയാൾ അതല്ല ചെയ്തത്. അയാൾ എന്ത് ചെയ്തു? അതിനെ വളർത്തി. فإن هذا الرجل بإمكانه لما جاءه الأجير أن يؤتي أجرته. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ, ഈ മുതലാളി, ഇയാളുടെ തൊഴിലാളി വന്നപ്പോൾ അയാളുടെ കൂലി അങ്ങോട്ട് കൊടുത്താൽ മതി, തീർന്നു. എന്നിട്ട് എന്ത് ചെയ്യാം? വയബ്ഖാ ഹാദൽ മാല ലഹു, ബാക്കിയുള്ള പൈസ എന്ത് ചെയ്യാം? അയാൾക്ക് പറയും ഇതിൻ്റെതാണ്, നിന്റെ കൂലിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഉണ്ടോ? ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയില്ല. പക്ഷേ വലാക്കിൻ ലി അമാനത്തിഹി, അയാളുടെ അമാനത്തിൻ്റെ ശക്തി, വ സിഖത്തിഹി, അയാളുടെ വിശ്വാസത്തിൻ്റെ ശക്തി, വ ഇഖ്ലാസിഹി, അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസിൻ്റെ ശക്തി, ലി അഖീഹി, തൻ്റെ സഹോദരനോട് ഭയങ്കര ഇഖ്ലാസ്, വ നുസ്ഹിഹി ലഹു, അവനോടുള്ള നസീഹത്ത് കൊണ്ട്, അഅതാഹു കുല്ലമാ അസ്മറ അജ്റഹു, അവൻ്റെ ആ കൂലി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയോ അതൊക്കെ അവന് കൊടുത്തു. സാധിക്കോ ഈ കാലത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ? ചെയ്യാൻ കഴിയില്ല. അത് സാധിക്കുന്നു എന്നതാണ് എന്ത്? അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചു കൊണ്ടാണ് അത് ചെയ്തത് എന്നതിൻ്റെ തെളിവ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ നസീഹത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടും. അയാൾക്ക് നന്മ ആഗ്രഹിക്കില്ല, നമ്മളൊരിക്കലും ദോഷം ആർക്കായാലും. നിങ്ങളാലോചിച്ച് നോക്കൂ, സമ്പത്തിൻ്റെ കാര്യത്തിൽ അത് ഏറ്റവും വലിയ വിഷയം സമ്പത്താണല്ലോ. സമ്പത്തിൻ്റെ കാര്യത്തിൽ പോലും എന്നെ ഏൽപ്പിച്ച ഒരു പണം, എൻ്റെ അടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരാൾ, എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാൾ, ഞാൻ വാങ്ങിയതിൻ്റെ അടുത്ത് ഭൂമി വാങ്ങിയ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പ്രയാസം എന്നെ കൊണ്ടുണ്ടാകാൻ പാടില്ല. നേരെ വെച്ച് എന്നെ കൊണ്ട് അയാൾക്ക് എന്തുണ്ടാകണം? ഗുണമുണ്ടാകണം. അയാളതൊക്കെ എനിക്ക് ഇസ്ലാഹ് ചെയ്യാൻ, നന്നാക്കാൻ കഴിയണം. അവനാണ് മുസ്ലിം. അതൊരു സൽക്കർമ്മമാണ്. നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം, പിടിച്ചോനെ ഞാൻ ചെയ്തത് എന്തിനാ? ഞാനും അയാളോട്ടൊരു ബാധ്യതയില്ലല്ലോ, കച്ചവടത്തിൽ ഷെയറൊന്നുമില്ലല്ലോ, പങ്കുകാരനല്ല, എൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ വേറെ മോനൊന്നുമല്ല, ഒരു ബന്ധുവില്ല അല്ലേ, ഞാൻ അയാളെ മോളെ കെട്ടിയിട്ടില്ല, പിന്നെന്താ? അള്ളാഹുവേ നിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചു കൊണ്ടാണ് എന്ന് പറയാനുള്ള. പിന്നെ വമിൻ ഫവാഇദി ഹാദൽ ഹദീസ്, ഈ ഹദീസിൻ്റെ ഫായിദകളിൽ പെട്ടതാണ് ബയാനു ഖുദ്റത്തുല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ കഴിവ് വിശദീകരിക്കുകയാണ് ഈ ഹദീസ്. എന്താണത്? ഹൈതു അന്നഹു തആല അസഹ അൻഹുമാ ലിസഖറത്തിൻ ബിഇദ്നിഹി, അള്ളാഹു തആല ഈ പാറക്കല്ല അള്ളാഹ് എന്ത് ചെയ്തു? നീക്കി. എങ്ങനെ നീക്കി? ലം തഅതി ആലത്തുൻ തുസീലുഹാ, നീക്കാൻ ബുൾഡോസർ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നോ? ലം തഅതി ആലത്തുൻ തുസീലുഹാ, നീക്കാവുന്ന ഒരായുധം അവിടെ വന്നിട്ടില്ല. ആയുധം കൊണ്ടെന്നല്ല നീക്കിയത്. വലം യഅതി റിജാലുൻ യുസഹ്സിഹൂനഹാ, ഈ പാറക്കല്ലിനെ ഉന്തി മാറ്റാൻ ജോലിക്കാർ വന്നിട്ടില്ല, റിജാൽ വന്നിട്ടില്ല, ആണുങ്ങൾ വന്നിട്ട്, കലാസികൾ വന്നിട്ട് ഉന്തി നീക്കിയതല്ല. ആണോ? അല്ല. വ ഇന്നമാ ഹുവ അംറുല്ലാഹ്, നീങ്ങാൻ ആര് പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു. അള്ളാന്റെ കൽപ്പനയാണത്. എന്താ അള്ളാഹ് ചെയ്തത്? അമറ ഹാദിഹി സഖറ അൻ തൻഹദിറ ഫതൻതബിഖ അലൈഹിം, അള്ളാഹു ആദ്യം പാറക്കല്ലിനോട് പറഞ്ഞു, പാറക്കല്ലേ ഉരുണ്ട് വീണ് ഇവരുടെ ഗുഹ അടക്കണം എന്ന് പറഞ്ഞു. അടച്ചു. ആദ്യം ചെയ്തു അള്ളാഹ് തന്നെയാണ്, അടച്ചു. മനസ്സിലായില്ലേ? ആപത്ത് വരുത്തലും ആരാണ്? അള്ളാഹു.
നീക്കലും ആരാ? അല്ലാഹു. അതാണ് പിന്നീട് അതേ അല്ലാഹ് കൽപ്പിച്ചു. എന്തിന്? ആ പാറക്കല്ലിനോട് അവിടുന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കൽപ്പിച്ചു. വല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു തആലയാണ് എന്ത് ചെയ്തത്? പാറക്കല്ല് കൊണ്ടുവന്നത്, മൂടിയത്. അല്ലാഹു തആല തന്നെയാണ് അത് എന്ത് ചെയ്തതും മാറ്റിയത്. നമ്മൾ മനസ്സിലാക്കണം. വഫീഹി മിനൽ ഇബർ, അതുപോലെ തന്നെ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അന്നല്ലാഹ തആല സമീഉ ദുആ, അല്ലാഹു തീർച്ചയായും ദുആ, ഫഇന്നഹു സമീഉ ദുആഇ ഹഉലാഇ വസ്തജാബ ലഹു. ഇവിടെ നിങ്ങൾ സംഭവിച്ചു നോക്കൂ, ആരുമില്ല, രക്ഷിക്കാൻ ആരുമില്ല, മനുഷ്യന്മാരാരുമില്ല, വിളിച്ചു നിലവിളിച്ചാൽ ആരും വരൂല, നിലവിളിച്ചില്ല. ആരോടാ ചോദിച്ചത്? അല്ലാഹുവിനോടാ. കാരണം എന്താ? ഇന്നല്ലാഹ സമീഉ ദുആ, അല്ലാഹുവാണ് ദുആ. എവിടെ കുടുങ്ങിയാലും നമ്മൾ ചെയ്യേണ്ടത് അതാണ്. നമ്മൾ വേറെ ആരെയും വിളിക്കണ്ട. ആര് നമ്മളോട് ആരെ വിളിക്കണം എന്ന് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിലായില്ലേ? നമ്മൾ വിളിക്കേണ്ടത് ആരെയിരിക്കണം? അല്ലാഹുവിനെയിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ വലിയ സംഭവങ്ങളല്ലേ. ഇത്ര സഹീഹായ മുത്തഫഖുൻ അലൈഹിയാണ് ഈ ഹദീസ്. എന്ന് വെച്ചാൽ ബുഖാരിയും മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത, എവിടെ കുടുങ്ങിയാലും നമ്മുടെ ചിന്ത അല്ലാഹ് എന്നായിരിക്കണം. വേറെ ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരും, ആണെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ. അതുപോലെ വഫീഹി മിനൽ ഇബർ, ഇതിൽ നിന്ന് പഠിക്കേണ്ട മറ്റൊരു പാഠം അന്നൽ ഇഖ്ലാസ മിൻ അസ്ബാബി തഫ്രീജിൽ ഖുർബാത്ത്. ഇഖ്ലാസ് എന്നത് മനുഷ്യന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണങ്ങളാണ്. ഇവിടെ ഈ പ്രവർത്തനം, ഇവരാള് മാതാപിതാക്കൾക്ക് പാല് കൊടുത്തു എന്നുള്ള അല്ല ഇവിടുത്തെ വിഷയം. മാതാപിതാക്കൾക്ക് പാല് കൊടുത്തത് അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ച് മാത്രമായി എന്നതാണ് പ്രശ്നം. ഒരാൾ വ്യഭിചരിക്കാതെ മാറി എന്നുള്ളതല്ല പ്രശ്നം. എയ്ഡ്സ് വരും എന്ന് പറഞ്ഞ ഒരാൾ വ്യഭിചരിക്കാതെ എന്താവും? കിട്ടുമോ? അല്ല വിഷയം. ഇത്തഖില്ല എന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ച് അയാൾ പിന്മാറി. അതാണ് വിഷയം. അതാണ് വിഷയം. അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചു ചെയ്തു. ഇഖ്ലാസ് അതാണ്. ലിഅന്ന കുല്ല വാഹിദ് മിൻഹും യഖൂൽ, കാരണം ഓരോരുത്തരും പറഞ്ഞ വാചകം എന്താ? അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ഹാദാ ലിബ്തിഗാഇ വജ്ഹിക ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി. അല്ലാഹുവേ, നിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തതെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതാണ്. അമ്മ റിയാഉ വല്ലദീ ലാ യഫ്അലു അഅമാലു ഇല്ലാ റിയാഅൻ വസുംഅതൻ. എന്നാൽ റിയാ, അല്ലാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. റിയാ എന്നത് ജനങ്ങൾ പ്രശംസിക്കാൻ വേണ്ടി, ജനങ്ങൾ കാണാൻ വേണ്ടി, ജനങ്ങൾ കേൾക്കാൻ വേണ്ടി, ജനങ്ങൾ നമ്മളെ പ്രവർത്തനം ഭയങ്കര ഉഷാറാണെന്ന് പറയാൻ വേണ്ടി, ജനങ്ങൾ ഇവൻ നല്ല മോനാണെന്ന് പറയാൻ വേണ്ടി, അങ്ങനെ വേണ്ടി പ്രവർത്തിച്ചാൽ ഫഇന്ന ഹാദാ കസ്സുബത്ത്, അത് വെള്ളത്തിലെ നുര പോലെയായിരിക്കും. യദ്ഹബു ജുഫാഅ, അതങ്ങോട്ട് പോവും, ഒന്നും ഉണ്ടാവില്ല അവിടെ എത്തുമ്പം. ലാ യൻതഫിഉ മിൻഹു സാഹിബുഹു, അതിൻ്റെ ഉടമസ്ഥൻ അതൊരു ഉപകാരവും ചെയ്യുകയില്ല. നൊരയും പതിയൊന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല. മനസ്സിലല്ലേ? അതുകൊണ്ട് നസ്അലുല്ലാഹ അൻ യർസുഖനാ വ ഇയ്യാകും അൽ ഇഖ്ലാസ ലഹു, എപ്പോഴും നാം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഈ ഇഖ്ലാസ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഫൽ ഇഖ്ലാസു ഹുവ കുല്ലു ഷൈ, ഇഖ്ലാസാണ് യഥാർത്ഥത്തിൽ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഈ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ അദ്ദേഹം അത് കൺക്ലൂഡ് ചെയ്യണം. നമ്മൾ ഇതുവരെ പറഞ്ഞ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായത് അൽ ഇഖ്ലാസു ഹുവ കുല്ലു ഷൈ, ഇതുവരെ പറഞ്ഞു നോക്കാതാണ്. ലാ തജഅൽ ലി അഹദിൻ മിൻ ഇബാദതിക നസീബ, ഒരിക്കലും നിന്റെ ഇബാദത്തുകൾ നീ ആർക്കും ഓരി വെച്ചു കൊടുക്കരുത്. നിന്റെ ഇബാദത്ത് എനിക്ക് തന്നെ കിട്ടണം, വേറെ ആർക്കും. മനസ്സിലായി? നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞല്ലോ. അതൊക്കെ ഇജ്അൽഹാ കുല്ലഹാ ലില്ലാഹി വഹ്ദഹു അസ്സ വജൽ ഹത്താ തകൂന മഖ്ബൂലതൻ ഇൻദല്ലാഹ്, നമ്മുടെ അമലുകൾ മുഴുവൻ അല്ലാഹുവിന് വേണ്ടി മാത്രമാക്കുക. അപ്പോഴേ അല്ലാഹു അത് പരിപൂർണമായി ഖബൂലാക്കുകയുള്ളൂ. ലിഅന്നഹു സബത അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഫീമാ യർവീഹി അനില്ലാഹു തആല, അല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട്. ഖാല, അല്ലാഹു പറയുന്നു, അന അഗ്ന ശുറകാഇ അനിശ്ശിർക്ക്, ഞാനാണ് യഥാർത്ഥത്തിൽ പങ്കു ചേർക്കുന്ന പങ്കുകാരേക്കാളൊക്കെ ഏറ്റവും ധന്യൻ, ഏറ്റവും ധനികൻ. അതുകൊണ്ട് മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി, അതുകൊണ്ട് ആരെങ്കിലും ഒരു അമൽ ചെയ്തു, പ്രവർത്തിച്ചു, അശ്റക ഫീഹി മഇ ഗൈരി, എൻ്റെ കൂടെ ഞാനല്ലാത്ത ആരെങ്കിലും ആ അമലുകളിൽ പങ്കുചേർത്താൽ, എന്ന് വെച്ചാൽ ഇഖ്ലാസ് പോയാൽ നടത്തും. ആരെയും പങ്കുചേർക്കും. ആർക്ക് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യണ്ട? ഒന്നും ചെയ്യണ്ട. നമ്മളൊക്കെ ലില്ലാ, മനസ്സിലായി? ലില്ലാ, അത് മാത്രമേ. എന്തും, ഏത് പ്രവർത്തനവും, ദഅവത്ത് പോലും ലില്ലാ, ഇലല്ലാ. നമ്മളെ പ്രവർത്തനം മുഴുവൻ ഇലല്ലാ, അല്ലെ? അല്ലാഹുവിലേക്കുള്ള ക്ഷണമാണ്. ഇലല്ലാ,
അള്ളാഹുവിലേക്കുള്ള ക്ഷണം, അള്ളാഹുവിന് വേണ്ടിയുള്ള ക്ഷണം. അള്ളാഹ് പറയണത് എന്താ? അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, എൻ്റെ കൂടെ വേറെ ആരെങ്കിലും പങ്കു ചേർത്താൽ, തറക്തുഹു വശിർക്കഹു, അവനെയും അവൻ ആ പങ്കു ചേർത്തതിനെയും ഞാൻ ഒഴിവാക്കും. മനസ്സിലായില്ലേ? അതാണ് വിഷയം. ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. നമ്മളടുത്തത് 2-ാമത്തെ അധ്യായമാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൽ പഠിച്ച 12 ഹദീസുകൾ, ഈ ഹദീസുകൾ മുഴുവൻ നമ്മളെ പഠിപ്പിച്ചത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതാണ് ഷെയ്ഖ് കൺക്ലൂഡ് ചെയ്തത്. അതെന്താ? നമ്മുടെ ഒരു അമലും നമ്മൾ ആർക്കും കൊടുക്കരുത്. ആ അമലൊക്കെ നമുക്ക് തന്നെ കിട്ടണം. അത് ധൂളിയായി പോകരുത്, അത് നിറയും പതയുമായി പോകരുത്. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം നമ്മൾ അമൽ ചെയ്യണം, അള്ളാഹുവിൻ്റെ വജ്ഹിനെ കൊതിച്ചുകൊണ്ട്. അതാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രവർത്തനത്തിലും, പ്രത്യേകിച്ച് ഇനി നമ്മൾ നഷ്ടപ്പെടുത്തരുത്. കാരണം ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ ഇങ്ങനെ ക്രോഡീകരിച്ചത് എന്തിന് എന്ന് നമ്മളതിൻ്റെ ആമുഖം വിശദീകരിച്ചല്ലോ. ഇനി നമ്മൾ ഒരിക്കലും ഇത്രയും ഹദീസുകൾ ഈ വിഷയത്തിൽ പഠിച്ച ശേഷം ഇനി നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നമ്മളിവിടെ വരുന്നതായാലും ഹദീസ് കേൾക്കുന്നതായാലും എന്ത് അമൽ, ഖുർആൻ വായിക്കുകയാണെങ്കിലും, ഖുർആൻ ഓതുകയാണെങ്കിലും, നിസ്കരിക്കുകയാണെങ്കിലും, ഒരാൾക്കൊരു സദഖ കൊടുക്കുകയാണെങ്കിലും, ഒരാളോട് പുഞ്ചിരിക്കുന്നതിൽ പോലും അതിൻ്റെ പിന്നിൽ വേറൊന്നും ഉണ്ടാകരുത്. അള്ളാഹ് എന്നുള്ളത് മാത്രം, അള്ളാഹുവിൻ്റെ വജ്ഹ്. ഒരാളോടൊരു സംസാരം, ഒന്ന് ഫോൺ ചെയ്ത് എന്തൊക്കെ സുഖം തന്നെയല്ലേ, എന്തേ ഇല്ല, ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാ, നിങ്ങളുടെ സുഖമൊന്നറിയാൻ. എന്താ ആ സുഖം അറിയാൻ വേണ്ടിയുള്ള വിളിക്ക് എനിക്കെന്തുണ്ട്? കൂലിയുണ്ട്. ആലോചിച്ച് നോക്കും. നമുക്ക് 10 പൈസയെ ചിലപ്പം പോയില്ല, സെക്കൻഡ് പൾസല്ലേ, 10 പൈസ 15 പൈസയെ പോയിട്ടുണ്ട്. ഒരു ഹലോ പറയാൻ, അസ്സലാമു അലൈക്കും, എന്താ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കും. പക്ഷേ അതിൻ്റെ പിന്നിൽ വേറെ ഒന്നുമില്ല. നമ്മൾ സാധാരണ ആളുകൾ അതുകൊണ്ട് തന്നെ ചോദിക്കും, എന്തേ ഇപ്പോൾ വിളിച്ചു, എന്തേ വിളിച്ചു എന്നാ ചോദിക്കുക. എന്താ ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യമില്ലെങ്കിൽ ഇയാൾ എന്താക്കൂല, വിളിക്കൂല എന്നാ. മാറണം നമ്മളവിടെ. ആളുകൾക്ക് ശല്യമാവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സലാം പറയാൻ വേണ്ടി വിളിക്കണം, എന്നിട്ടൊരു സുഖവിവരം അന്വേഷിക്കണം. അതിന് നമുക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാൻ്റെ അടുത്ത് എന്തെങ്കിലും ആപത്ത് പെടുമ്പോൾ നമുക്ക് അള്ളാഹിനോട് പറയാം, അള്ളാ ഞാനാ വിളിച്ചത് എന്തിനായിരുന്നു, ഒരാവശ്യം എനിക്ക് അയാളിരുന്നില്ല, ഒന്നും കിട്ടാനില്ല, ഒന്നും ചോദിക്കാനില്ല, പക്ഷേ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ആ സ്നേഹം അയാളെ അറിയിക്കാൻ, ആ സ്നേഹം പരസ്പരം പങ്കുവെക്കാൻ. ആലോചിച്ച് നോക്കൂ. ആ ഒരു ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തും. ഈ കാണുന്ന ലോകത്ത് ഭയങ്കരമായ ഒച്ചപ്പാടുകളും ബഹളങ്ങളും നടക്കുക എല്ലാ രംഗത്തും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു രംഗവും ഒരു തരം ബഹളങ്ങളിൽ മുക്തമല്ല. നമ്മളതിന് അതിൻ്റെ ആളുകളാകരുത്, ഈ ബഹളത്തിൻ്റെ ആളുകളാകരുത് നമ്മളെവിടെയും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ കൃത്യമായ ഹദീസുകൾ പഠിച്ചത്. ഇനി നമ്മളെന്താകരുത്? നമ്മുടെ അമലുകളെ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അർഹമുർ-റഹീമീനായ റബ്ബേ, ഈ ഒരധ്യായം ഞങ്ങൾ അവസാനിപ്പിച്ചതുപോലെ ഈ റിയാദുസ്സാലിഹീനിലെ മുഴുവൻ അധ്യായങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ഇതിൻ്റെ അവസാനം വരെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ അത് കൊണ്ടു നടക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അർഹമുർ-റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മനസ്സിൽ ഈ പഠനത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഇഖ്ലാസിന് നിരക്കാത്ത വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളിൽ നിന്ന് നീ കഴുകിക്കളഞ്ഞ് ശുദ്ധിയാക്കി തരണമേ. സമ്പൂർണമായ ഇഖ്ലാസോടുകൂടി ഈ നിൻ്റെ റസൂലിൻ്റെ ഈ വാക്കുകൾ മനസ്സിലാക്കി പഠിച്ച് ഉൾക്കൊണ്ട് അത് നാളെ നിൻ്റെ വിചാരണക്ക് എത്തുന്ന സമയത്ത് ഞങ്ങളുടെ മീസാനിൽ വലിയ കനം തൂങ്ങുന്ന അമലായി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. അർഹമുർ-റഹീമീനായ റബ്ബേ, ഇപ്പോൾ ഞങ്ങൾ പഠിച്ച ഹദീസിലുള്ളതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ രക്ഷപ്പെടാൻ സാധിക്കുന്ന രൂപത്തിൽ നിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب